സ്ത്രീ നഗ്നതകൾ പ്രദർശിപ്പിക്കുകയും അണിയറ മണിയറ രഹസ്യങ്ങളായി എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ആരും പുറത്തു പറയാത്തതുമായ ധാർമ്മിക പരിശുദ്ധിയുടെ ഒരു കിടപ്പുമുറിയുടെ മറയുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിന്. ഇന്ന് ആ മറ നിഷ്കാസനം ചെയ്യപ്പെടുകയും വാപ്പാൻ്റെ മടിയിലിരുന്ന് ഉമ്മയുടെ മടിയിലിരുന്ന് മണിയറ രംഗങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു സമൂഹം എത്തിച്ചേർന്നതോടുകൂടി അവർക്കിടയിലെ ധാർമ്മിക പരിശുദ്ധിയുടെ മറ നഷ്ടപ്പെട്ടു. ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനുജൻ, കൂടപ്പിറപ്പ്, ആങ്ങള, പെങ്ങള് എന്ന് പറയുന്ന ധാർമ്മികതയുടെ ഘടനാപരമായ പരിശുദ്ധിയുടെ ഒരു കെട്ടുറപ്പുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിന്. ആ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത്തരം അശ്ലീല കാഴ്ചകൾ, വൃത്തികേടുകൾ വിളമ്പുന്നതാണ് ഇന്നത്തെ സിനിമകൾ എന്ന് ആർക്കാണ് അറിയാത്തത്? ഒരു നഗ്നത കാണുക എന്ന് പറയുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? മൃഗങ്ങൾക്ക് പോലും ഇല്ലാത്ത സംസ്കാരമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുക. ഒരു മൃഗവും അതിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ട മറ്റു 2 മൃഗങ്ങൾ ഇണചേരുന്നത് കണ്ടാസ്വദിക്കാറില്ല. ഒരു സുനന്ദിനി കാലിത്തീറ്റയുടെ ഒരു പരസ്യം ഒരു മതിലിന് മുകളിൽ എഴുതപ്പെട്ട് അവിടെ ഒരു പശുവിൻ്റെ അകിട് വീർപ്പിച്ച ഒരു ചിത്രമുണ്ട് എങ്കിൽ അതിനെ നോക്കി വെള്ളമിറക്കി നിൽക്കുന്ന ഒരു കാളക്കൂറ്റനെയും നമ്മൾ കാണാറില്ല. സിനിമാ പോസ്റ്ററുകളിലേക്ക് കണ്ണോടിച്ച് അതിലെ സ്ത്രീ നഗ്നതകളെ ആസ്വദിച്ച് ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലെ സ്ത്രീ നഗ്നതകൾ കണ്ടാസ്വദിച്ച് കണ്ണുകൾ കൊണ്ട് സ്ത്രീ ശരീരം കാർന്ന് തിന്നുന്ന മനസ്സ് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടില്ലേ നമുക്ക്? പരിശുദ്ധ ഖുർആനിൽ അതിലുള്ള താക്കീതുകൾ വന്നിട്ടില്ലേ? കുല്ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറ, അയ്യഗ്ളൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകളെ താഴ്ത്തിക്കളയണം. എന്ത് താഴ്ത്തിക്കളയണം? എവിടെ നിന്ന് താഴ്ത്തിക്കളയണം? സ്ത്രീ നഗ്നതകൾ, വ്യഭിചാരത്തിൻ്റെ കാഴ്ചകൾ, ഇത്തരം കാഴ്ചകൾ നിങ്ങൾ കാണുന്നതിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണമെന്ന് സൂറത്തു നൂറിലൂടെ പുരുഷവർഗത്തെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തി. വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറ, അയ്യഗ്ളുന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ കണ്ണുകളും താഴ്ത്തണം. അവരും ആണും പെണ്ണും ഇണചേരുന്ന രംഗങ്ങൾ കണ്ടാസ്വദിക്കരുത്. ഇത് പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നഗ്നതകൾ കണ്ടാസ്വദിക്കുക എന്നത് തിന്മയാണ്. ഗള്ളുൽ ബസർ, എത്രത്തോളം ഒരു വഴിവക്കിൽ സംസാരിച്ചു നിൽക്കേണ്ടുന്ന അവസ്ഥ വരുന്നവർ പോലും ആ വഴി കടന്നു പോകുന്ന സുന്ദരികളെയും ആ വഴി കടന്നു പോകുന്ന പെൺകുട്ടികളെയും കാമക്കഴുക കണ്ണുകളോട് കൂടി കാർന്നു തിന്നുന്ന നോട്ടം നോക്കരുത് എന്ന് വഴിയുടെ അവകാശമായി, വഴിയിലൂടെ കടന്നു പോകുന്നവരുടെ സുരക്ഷയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അവിടെ ഒരു നടന്നു പോകുന്ന ഒരു നഗ്നതയും പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിലും അത്തരം സ്ത്രീകളെ പോലും നോക്കരുത് എന്ന്, അവിടെ കണ്ണുകളെ നിയന്ത്രിക്കണമെന്നും പാപചിന്തയോടുകൂടി അവരെ കാർന്ന് തിന്നരുത് എന്നും കൽപ്പിച്ച പ്രവാചകന്റെ തിരുമൊഴികളും പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും നമുക്ക് കാണാം. സലാസത്തു അഅ്യുൻ, 3 കണ്ണുകൾ. ലം തമസ്സുഹുന്നാർ, നരകത്തിൻ്റെ തീനാളങ്ങൾക്ക് ആ കണ്ണുകളെ തീണ്ടാൻ പോലും അവസരം കിട്ടില്ല. നരകത്തിൻ്റെ തീനാളങ്ങൾ പിടികൂടാത്ത, കാർന്നു തിന്നാത്ത കണ്ണ് ഏതൊക്കെ കണ്ണാണ്? അതിലൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഐനുൻ ഗല്ലത്ത് അൻ മഹാരിം, ഹറാമുകളിൽ നിന്ന്, അള്ളാഹു ഹറാമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കണ്ണുകളെ പുറകോട്ട് വലിച്ചവരാണെന്നാണ്. സിനിമകൾക്ക് നൽകാനുള്ളത് എന്തിൻ്റെ കാഴ്ചകളാണ്? പ്രണയത്തിൻ്റെ ലീലാവിലാസങ്ങളാണ്, അശ്ലീലതയുടെ രതി വൈകൃതങ്ങളാണ്, വ്യത്യസ്തങ്ങളായ തിന്മകളാണ്. ഈ തിന്മകളെ, സ്ത്രീ നഗ്നതകൾ കണ്ടാസ്വദിക്കാൻ പെണ്ണിൻ്റെ പുക്കിൾ ചുഴികൾ വരെ തൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തി ഈ പറയുന്ന ആളുകൾക്ക്, പുരുഷവർഗത്തിനടക്കം കാഴ്ചവസ്തുവായി വിളമ്പിക്കൊടുക്കുന്നവരുടെ മനസ്സിലെ ലക്ഷ്യമെന്താണ്? ഈ പറയുന്ന നല്ലവരായ സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കി മാറ്റി അവരുടെ ശരീരം പ്രദർശിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് പണം കൊയ്യുന്ന ഈ ലോബികൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വകവെച്ച് നൽകുകയല്ല ചെയ്യുന്നത്, തങ്ങളുടെ ശരീരത്തെ വിൽപ്പന ചരക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ ചില സ്ത്രീവർഗങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഒരു പേസ്റ്റിൻ്റെ പരസ്യം പോലും അതൊരു പെണ്ണിൻ്റെ പുക്കിൾ ചുഴിയിലൂടെ കണ്ണോടിച്ചെങ്കിലേ അത് വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു മാധ്യമ സംസ്കാരം, ഒരു സോഷ്യൽ മീഡിയയുടെ പരസ്യ സംസ്കാരം എന്താണ് ഒരു പെണ്ണിനെ ആക്കി മാറ്റിയിട്ടുള്ളത്? അവളുടെ സംസ്കാരത്തെയും അവളുടെ വ്യക്തിത്വത്തെയും അവളുടെ അസ്തിത്വത്തെയും ഇടിച്ചു താഴ്ത്തി മറ്റുള്ളവർക്ക് കണ്ടാസ്വദിക്കാനുള്ള ഒരു പാഴ്വസ്തുവാക്കി അവതരിപ്പിക്കുന്നു എന്നതല്ലാതെ. അതുകൊണ്ട് തന്നെ സിനിമകളടക്കം ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യഭിചാരത്തിന് വേണ്ടി ആരാൻ്റെ വീട്ടിൽ കയറിയിട്ട് അവിടുത്തെ വാപ്പാനെ വില്ലനായി അവതരിപ്പിച്ച് അവിടുത്തെ പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുന്നവന് താരപരിവേഷം കൊടുത്ത് അവൻ ചെയ്തത് എത്രയോ വലിയ നേട്ടമാണ് എന്ന് പറയുന്ന ഇതിവൃത്തങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അത്തരം അവരുടെ പുറകിലുള്ള മാനസികാവസ്ഥ എന്താണ്? അത് സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനം എന്താണ്? ഈ സിനിമകൾ കാണുന്ന നമ്മൾ ഇവർക്ക് നൽകുന്ന വളർച്ച എത്രയാണ്? അതിൻ്റെ ഫോളോവേഴ്സുകളായി മാറുന്നത് എത്ര ഭീകരമാണ്? ഓരോ സിനിമകൾ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്യപ്പെടുന്ന സിനിമകളുടെ ഓരോ ക്ലിപ്പുകളും തോണ്ടുമ്പോഴും അതൊന്ന് കണ്ടു തീർക്കുമ്പോഴും അത് 10,000-കണക്കിന് നമ്മളുടെ 1000-കണക്കിന് നമ്മളുടെ സൗഹൃദ വലയങ്ങളിലുള്ളവർക്കടക്കം കാണാനുള്ള അവസരങ്ങളാണ് ഓരോ
ഓരോ വീഡിയോ ക്ലിപ്പുകളും കാണുക വഴി നമ്മളും ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ എത്രമേൽ വലിയ പാപത്തിനാണ് നമ്മളൊക്കെ കൂട്ടുനിൽക്കുന്നത്. ഇതിന് ഫോളോവേഴ്സിനെ വർദ്ധിപ്പിച്ചു കൊടുത്ത്, ഇതിൻ്റെ പ്രേക്ഷകരെ വർദ്ധിപ്പിച്ചു കൊടുത്ത് ഇത്തരം ലോബികളെ വളർത്തുന്നവർ അശ്ലീലതകൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കി കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ പാപത്തിൻ്റെ കണക്ക് എത്രയാണ് നമ്മുടെയൊക്കെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അശ്ലീല കാഴ്ചകൾ കാണരുത് എന്നത് ഇസ്ലാം നമ്മളോട് വിലക്കിയതും അതിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ പുറകോട്ട് വലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, യാ ബനി ആദം, ആദമിൻ്റെ സന്തതികളെ എന്ന് വിളിച്ചിട്ടാണ്. കുത്തിബ ബനി ആദം, ആദം സന്തതികൾക്ക് വേണ്ടി എഴുതപ്പെടും. നസീബും മിന സിന, വ്യഭിചാരത്തിൻ്റെ വിഹിതം, വ്യഭിചാരത്തിൻ്റെ പങ്കുപറ്റികളായി ആദം സന്തതികൾ എഴുതപ്പെടും. എന്തുകൊണ്ട്? മുദ്രിക്കുൽ ദാലിക ലാ മഹാല, ഒരു സംശയവുമില്ല, വ്യഭിചാരത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് വന്നു ചേരുക തന്നെ ചെയ്യുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് ചേർത്ത് പറഞ്ഞത്. ഓരോരുത്തരുടെയും കണക്ക് പുസ്തകത്തിലേക്ക് വ്യഭിചാരത്തിൻ്റെ വിഹിതം വെക്കപ്പെടും. എന്നിട്ട് പറഞ്ഞു, ഫൽ ഐനാനി, അള്ളാഹ് തന്ന രണ്ട് കണ്ണില്, അള്ളാഹ് തന്ന രണ്ട് കണ്ണുകൾ ഈ കാണുന്നത് എല്ലാ സൗന്ദര്യങ്ങളെയും ആസ്വദിക്കാൻ, കാടും കാനനങ്ങളും കാട്ടാറുകളും കാട്ടുചോലയും കാട്ടരുവിയും കാട്ടുമൃഗങ്ങളെയും കാണാൻ, പൂമേടുകളും പുൽമേടുകളും പൂഞ്ചോലകളും പൂങ്കാവനങ്ങളും കാണാൻ, മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും കാണാൻ, ഈ പകലിൻ്റെ സൗന്ദര്യവും കാണാൻ, ഈ കാണുന്ന മനോഹരമായ ദൃശ്യപ്രപഞ്ചത്തെ കാണാൻ അള്ളാഹു അനുഗ്രഹിച്ച് തൃപ്തിപ്പെട്ടു തന്ന രണ്ട് കണ്ണില്ലേ, ആ കണ്ണുകൊണ്ട് ഇതൊക്കെ കണ്ടാസ്വദിക്കുമ്പോഴും അള്ളാഹു ആവശ്യപ്പെട്ടത് നഗ്നത കണ്ടാസ്വദിക്കരുത് എന്നതാണ്. എന്നാൽ നിങ്ങളുടെ കണ്ണ് സ്ത്രീ ശരീരങ്ങളിലേക്കോ ആണും പെണ്ണും ഇണചേരുന്നത് കണ്ടാസ്വദിക്കുന്നതിലേക്കോ ചെന്നുപെട്ടാൽ മുദ്രിക്കുന്നാലിക ഫൽ ഐനാനി, നിങ്ങളുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾ സിനാഹുമ അന്നളർ, വ്യഭിചാരത്തിൻ്റെ വിഹിതം പറ്റുന്നതാണ്. കാരണം കണ്ണിന് അമലുണ്ട്, കാതിന് അമലുണ്ട്, കൈകാലുകൾക്ക് അമലുണ്ട്, ഹൃദയത്തിന് പോലും അതിൻ്റെതായ പ്രവൃത്തിയുണ്ട്. കണ്ണിൻ്റെ പ്രവൃത്തി കണ്ടാസ്വദിക്കലാണ്. അതുകൊണ്ട് അമലുകൾ പരിശോധിക്കുമ്പോൾ കണ്ണുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ആധുനിക പഠനം പറയുന്നത് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ 83% കേന്ദ്രീകരിക്കപ്പെടുന്നത് അവൻ്റെ കണ്ണിലൂടെയാണ് എന്നാണ്. ഈ കണ്ണുകൊണ്ട് അവൻ കാണുന്നത് മുഴുവൻ അവൻ്റെ കണ്ണുകൊണ്ടുള്ള പ്രവൃത്തിയാണ്. വ്യഭിചാരത്തിന് വേണ്ടി ലിംഗം കൊണ്ടുള്ള പ്രവൃത്തി മാത്രമല്ല, കൈകാലുകൾ കൊണ്ട് സ്പർശന സുഖത്തിൻ്റെ പ്രവൃത്തി മാത്രമല്ല, അതൊക്കെ അതത് അവയവങ്ങൾ അതിൻ്റെതായ വിഹിതം പറ്റുമ്പോൾ കണ്ണ് എന്നത് വ്യഭിചാരത്തിൻ്റെ പ്രവൃത്തി സ്വീകരിക്കുന്നത് കാഴ്ചയിലൂടെയാണ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷണ വസ്തു അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം, അത് നമുക്ക് നിഗ്രഹമായി മാറുന്നത് എങ്ങനെയാണ്, നമ്മുടെയൊക്കെ നാശമായി മാറുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഈ കണ്ണുകളെ ഇത്തരം കാഴ്ചകളിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ ഒരു വിശ്വാസിക്ക് പ്രചോദനമാവേണ്ടത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കണ്ണുകൊണ്ടുള്ള പ്രവൃത്തിയുടെ വ്യഭിചാരം അത് കണ്ണുകൊണ്ട് തിന്മകൾ കാണലാണ്. വല്ലൂദിനാനി, രണ്ട് കാതുകൾ, സിനാഹുമ അസമർ, അതിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് കേട്ടാസ്വദിക്കലാണ്. എന്താ സിനിമകൾക്ക് പറയാനുള്ളത്? പ്രണയത്തിൻ്റെ വ്യത്യസ്തമായ കഥകളാണ്, വ്യഭിചാരത്തിൻ്റെ കഥകളാണ്, കൊലപാതകത്തിൻ്റെ കഥകളാണ്, ഇല്ലുമിനാട്ടി, ചോരയെ പിഴിഞ്ഞു കുടിക്കുന്ന ആശയങ്ങളാണ്, മനുഷ്യനെ കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്ന, മനുഷ്യനെ അറുക്കുന്നതിനെ കുറിച്ച് പറയുന്ന, മനുഷ്യനെ ബോംബെറിഞ്ഞു കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്ന, വ്യഭിചാരത്തിന് ഒരാളെ പ്രേരിപ്പിക്കുന്നതാണ് പാട്ടിൻ്റെ കണ്ടന്റുകൾ എന്ന് പറയുന്നത്. ഈ കണ്ടന്റുകൾ കൊടുത്ത് തുള്ളുന്നവരും അത് കേൾക്കുന്നവരും തൻ്റെ കാതുകൊണ്ട് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എത്രമേൽ വലിയ പാപമാണ് ഒരു സിനിമകൾ കണ്ടു തീർക്കുമ്പോൾ പ്രണയ ലീലാവിലാസങ്ങളും കിന്നാര വർത്തമാനങ്ങളും കേട്ടു തീർക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് അള്ളാഹു തന്ന കർണപുടമെന്ന അനുഗ്രഹം കൊണ്ട് വ്യഭിചാരമെന്ന പ്രവൃത്തിയിൽ കാതുകൊണ്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വല്ലിസാനു, ഒരു തൻ്റെ നാവില്ലേ, സിനാഹ അൽ കലാം, നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ് വൃത്തികേടുകളും അശ്ലീലതകളും പറയൽ. ഈ പറയുന്ന നാവ് കൊണ്ട് എന്തെല്ലാം തിന്മകൾ നമ്മളിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ എവിടുന്ന് പകർത്തുന്നതാ? ഓരോ ഡയലോഗുകളും, മാസ്മരികമായ ഡയലോഗുകളും നമ്മുടെ നാവടക്കം ഇതിനൊക്കെ ഏറ്റെടുത്ത് ഇത് അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഇത് പറഞ്ഞു നടക്കുമ്പോൾ, ഇതിനെ ഇതേപോലെ അനുകരിക്കുമ്പോൾ ഒരു വ്യക്തി തൻ്റെ നാവ് കൊണ്ട് വരുത്തി വെക്കുന്ന വ്യഭിചാരമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വൽ യദാനി, രണ്ട് കൈകൾ, സിനാഹുമ അൽ ബത്തുഷ്, കൈകൾ കൊണ്ടുള്ള വ്യഭിചാരമാണ് പിടുത്തവും സ്പർശനവും എന്നതാണ്. ഒരു സ്ത്രീയെ സ്പർശിക്കാൻ പ്രേരണ നൽകുന്നത് ആരാ? സിനിമകളാണ്. ഒരു സ്ത്രീയെ മോശമായി പെരുമാറാൻ ഒരു വ്യക്തിക്ക് പ്രചോദനമേകുന്നത് എന്താണ്? ഈ പറയുന്ന സിനിമകളാണ്. ഒരു വ്യക്തി ഇത്തരത്തിൽ ആളുകളോട് മോശം, ഇതിൻ്റെ ഈ ഹദീസിൻ്റെ അവസാനത്തിൽ കാണാം, ഈ കാണുന്ന കാഴ്ചകളും ഈ കേൾക്കുന്ന കാര്യങ്ങളുമൊക്കെ വൽ ഖൽബു യഹ്വാ വയതമന്ന, മനസ്സ് ഇത് കാണുമ്പോൾ കൊതിച്ചു പോകും,
തനിക്കും ഇത് കിട്ടിയിരുന്നെങ്കിൽ, താനിക്കും ഇതൊന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് വൽ ഖൽബു, അവൻ്റെ ഹൃദയം യഹ്വാ വയതമന്ന, അതിനുവേണ്ടി പൂതി വെക്കുകയും കൊതിക്കുകയും ചെയ്യും. വൽ ഫർജു യുസദ്ദിഖു ദാലിക, അവൻ്റെ സ്വകാര്യ അവയവം അതിനെ സാക്ഷ്യപ്പെടുത്തുകയും അതിനെ നേടിയെടുക്കുകയും ചെയ്യും, അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ എത്തിപ്പെടുന്നതല്ല വ്യഭിചാരത്തിലേക്ക്. അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഈ കാഴ്ചകളൊക്കെ ഒരു സിനിമകൾ കാണുമ്പോൾ, ഒരു പെണ്ണിനെ കാണുന്ന സമയത്ത് അവനിൽ തിന്മകൾ ചെയ്യാനുള്ള പ്രചോദനമുണ്ടാകുന്നു എന്നത് അൽ മർഅതു തുഖ്ബിലു വതുദ്ബിറു ഫീ സൂറത്തി ശൈത്വാൻ, ശൈത്വാനിയത്തിൻ്റെ പിക്ചറാണ് ഓരോരുത്തരും ഇതുപോലെ ഔറത്ത് പ്രദർശിപ്പിക്കുന്ന സ്ത്രീകൾ പകർന്നു നൽകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ അവരോട് വസ്ത്രം മൂടാൻ ആവശ്യപ്പെട്ടത്? അതുകൊണ്ടല്ലേ അവരുടെ ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടത്? അത് പ്രദർശിപ്പിക്കുന്ന കാഴ്ചകളല്ലേ സിനിമകൾക്ക് പകർന്നു നൽകാനുള്ളത്? ഇതൊരു മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുന്നു? സോഷ്യൽ മീഡിയയിലൂടെ ഈ കാണുന്ന ആഗ്രഹങ്ങളിലേക്കും ഈ കാണുന്ന തിന്മകളിലേക്കും. ഇപ്പോൾ പോൺ സൈറ്റുകളടക്കം സോഷ്യൽ മീഡിയകളിലൂടെ ഇപ്പോൾ 3200ഓളം വരുന്ന ആപ്പുകളാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ ഗവൺമെൻറ് അതിനെ ലോക്ക് ചെയ്തത്, കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതിനേക്കാൾ വലിയ വർദ്ധിച്ച തോതിൽ ഇതിനു വേണ്ടി മാത്രം പോൺ സൈറ്റുകൾക്കായി ഈ പറയുന്ന ലിംഗോദ്ധാരണത്തിൻ്റെ ഗുളികകൾ കുടിച്ച്, ടൈമിങ്ങിൻ്റെ ഗുളികകൾ കുടിച്ച്, ക്യാമറയിൽ പകർത്തി ഒരു ശരീരം മുഴുവൻ പ്രദർശിപ്പിച്ച് കിടന്നുകൊടുക്കുന്ന മദാലസകൾ അവരുടെ ഈ പ്രകടനങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഈ പോൺ സൈറ്റുകളിൽ ലഭ്യമാകുമ്പോൾ ഇതൊക്കെ കണ്ടു തീർക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെയും മതപരമായ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും ഇതൊക്കെ എത്രമേൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരു വ്യക്തി ഈ വൃത്തികേടുകളൊക്കെ കണ്ടിട്ടാണ് കിടപ്പുമുറിയിലെത്തുന്നത്. റീലിൻ്റെ ലോകത്ത് നിന്ന് റിയാലിറ്റിയുടെ ലോകത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് താൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് പോരാൻ. പിന്നെ ആ വ്യക്തി എത്തിപ്പെടുന്നത് വ്യഭിചാരത്തിലേക്കാണ്. പിന്നെ ആ വ്യക്തി എത്തിപ്പെടുന്നത് സ്വയംഭോഗത്തിലേക്കാണ്. പിന്നീട് ആ വ്യക്തി എത്തിപ്പെടുന്നത് കുടുംബ ഛിദ്രതയിലേക്കാണ്. ഒരു പോൺ സൈറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രമേൽ സ്വാധീനിച്ചു. അയാളുടെ മക്കളും അയാളും വഴിപിരിഞ്ഞു, അയാളുടെ ഭാര്യയും അയാളും വഴിപിരിഞ്ഞു. ഇവിടെ ഉപ്പയില്ലാത്ത മക്കളായി ഒരു സമൂഹത്തിൽ പിന്നീട് അവർ വളരുകയാണ്. ഒരു സാമൂഹിക ദുരന്തത്തിനടക്കം ഇത് കാരണമാവാൻ. ഇത്തരം പോൺ സൈറ്റുകൾ ലാപ്ടോപ്പിലിരുന്ന് കാണുന്ന തൻ്റെ ഭർത്താവ് 5 നേരവും പള്ളിയിൽ പോകുന്നു എന്ന് വിശ്വസിച്ച ഒരു പെണ്ണ്, തൻ്റെ ഭർത്താവ് സത്യസന്ധനാണ് എന്ന് വിശ്വസിച്ച ഒരു പെണ്ണ്, പിന്നെ കാണുന്നത് ഭാര്യ വീട്ടിൽ പോയ സമയത്ത് യാദർശികമായി തിരിച്ചു വന്നപ്പോൾ ഉടുതുണി പോലും ഇല്ലാതെ ലാപ്ടോപ്പിന് മുന്നിൽ പോൺ സൈറ്റുകൾക്ക് മുന്നിൽ സ്വയംഭോഗം ചെയ്ത് നിൽക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് വിവാഹമോചനം നേടേണ്ടത് എന്ന് ചോദിച്ച് മതപരമായ സംശയവുമായി തനിക്ക് വിടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടു വരുന്ന തഖ്വയുള്ള ഒരു പെൺകുട്ടിയെ കാണാനിടയായി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇത്രത്തോളം ഒരു മനുഷ്യൻ്റെ കുടുംബ ജീവിതത്തെ അടക്കം അത് ഇളക്കി മറിക്കുന്ന ദുരന്തമായി പോൺ സൈറ്റുകളുടെ കാഴ്ചകൾ മാറാൻ. അഹാത്തുതു അലൈഹിം ഖത്വഇഅ, നിസ്കരിക്കാൻ നിന്ന പാപം ആ മനുഷ്യനെ വലയം ചെയ്യുന്നതാണ്. ചിന്തകളിലേക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ മതിച്ച് കടന്നു വരും. നന്മയുടെ രുചി പോലും ആസ്വദിക്കാൻ കഴിയൂല. ഇത്തരം കാഴ്ചകൾ കാണുന്ന ഒരു വ്യക്തിക്ക് നോമ്പിൻ്റെ രുചി കിട്ടൂല, നിസ്കാരത്തിൻ്റെ രുചി കിട്ടൂല, ദാനധർമ്മങ്ങളുടെ രുചി ആസ്വദിക്കാൻ കഴിയില്ല, ഉംറയുടെ രുചി ആസ്വദിക്കാൻ കഴിയില്ല, ഒരു ഹജ്ജിൻ്റെ രുചി പോലും ആസ്വദിക്കാൻ കഴിയില്ല. ഒരു ഖുർആൻ ക്ലാസ്സിലിരുന്ന് അള്ളാഹുവെ ആത്മനിർവൃതിയോടെ പരിവർത്തനത്തിന് വിധേയമായി ഇറങ്ങിപ്പോകാനുള്ള മാനസാന്തരത്തിൻ്റെ ഒരു മനസ്സ് പോലും നേടിക്കിട്ടാതെ ഒരു വ്യക്തിയുടെ ഹൃദയം ശീലടിക്കപ്പെടുന്നതിൻ്റെ കാരണമാണ് ഇത്തരം കാഴ്ചകൾ എന്ന് നാം തിരിച്ചറിയണം സഹോദരങ്ങളെ. ഇത്രമേൽ വലിയ ദുരന്തങ്ങളും പരലോക നഷ്ടവും നമുക്ക് വരുത്തി വെക്കുന്ന ഇത്തരം കാഴ്ചകളിൽ പലരും അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇന്നും സമൂഹത്തിലുണ്ട് എന്നതാണ്. ഇതൊക്കെ പിന്നീട് ഇത്തരം ഈ പറയുന്ന ചെറിയ കുട്ടികളിലടക്കം, ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ക്ലാസ് മുറിയിൽ ഫോൺ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞിരുന്നു ആരെങ്കിലും ഫോൺ കൊണ്ടുവരികയാണെങ്കിൽ എന്നോട് വന്ന് പറയണം. അപ്പോൾ ഒരു കുട്ടി പതുക്കെ വന്നു, സാറേ ഇവിടെ ഒരു കുട്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഞാൻ പതുക്കെ പോയി നോക്കി, എനിക്ക് ആ ഫോൺ കിട്ടി. ലോക്ക് തുറക്കാൻ പറഞ്ഞു. ടെലഗ്രാം വഴി ഒരു 8 ഗ്രൂപ്പ് അവൻ്റെ ഫോണിലുണ്ട്. ആ 8 ഗ്രൂപ്പിലൂടെയും ഷെയർ ചെയ്യപ്പെടുന്ന ലിങ്കുകൾ അശ്ലീലതയുടെ വൃത്തികെട്ട കാഴ്ചകളുടെ ലിങ്കുകളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുകാരനായ ഒരു കുട്ടി നമ്മൾ പോലും അറിയാതെ ഈ ഫോണിൽ ഇത്രത്തോളം ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടു നിറക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു ഉമ്മ എങ്ങനെയാണ് സുരക്ഷിതമായി കുളിമുറിയിൽ കുളിക്കുക, ഒരു പെങ്ങൾ എങ്ങനെയാണ് കിടന്നുറങ്ങുക, എന്ത് സുരക്ഷിതത്വമാണ് ഒരു ടീച്ചർക്ക് ഇവനെ പഠിപ്പിക്കാൻ ക്ലാസ് മുറിയിലേക്ക് ചെല്ലുമ്പോഴുണ്ടാവുക. തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ കാമദാഹത്തോടു കൂടി നോക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു പുതിയ തലമുറ എടുത്തെറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമാണ്. പണ്ട് കാലത്തൊക്കെ ഒരു ക്ലാസ് മുറിയിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 1-2 കുട്ടികളാണ് ഈ പ്രണയം എന്ന് പറഞ്ഞിട്ട് പിടുത്തം വിട്ട് നടക്കാറുള്ളത്. ഇന്ന് ഒരു കുട്ടി എവിടെയെങ്കിലും തപ്പിയാൽ കിട്ടിയെങ്കിൽ കിട്ടി, ബാക്കിയുള്ളവർ മുഴുവൻ ബെസ്റ്റിയായും റിലേഷനും ഈ പറയുന്ന തരത്തിലുള്ള വ്യഭിചാരത്തിൻ്റെ എന്തെല്ലാം പഴുതുകളും അവസരങ്ങളും സാഹചര്യങ്ങളുണ്ടോ അതിനു വേണ്ടി ദാഹിച്ച് നടക്കുകയാണ്.
ഇന്ന് സമൂഹത്തിൽ ഇതിന് മുൻകൈയെടുക്കുന്നത് പെൺകുട്ടികളാണ് എന്ന് പറയുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ പതിവ്രതകളായി ലജ്ജാവതികളായി സമൂഹത്തിൽ ജീവിച്ചിരുന്ന, അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്ന, തൻ്റെ ശരീരത്തിൽ പോലും ഒരു പുരുഷനെ തൊടാൻ അനുവദിക്കാത്ത ഒരു പെൺകുട്ടി ഇന്ന് മേച്ചിൽപ്പുറമായി മാറുന്ന, പബ്ലിക് പ്രോപ്പർട്ടിയായി മാറുന്ന ദുരവസ്ഥയിലേക്ക് ഒരു പെണ്ണിൻ്റെ മനസ്സ് വഴിമാറിപ്പോയത് എങ്ങനെയാണ്? ഒരു കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. മനുഷ്യക്കുഞ്ഞുങ്ങൾ ഏകദേശം 6543 സസ്തനികൾ ഈ ലോകത്തുണ്ട് എന്നാണ്. സസ്തനികൾ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ജീവിവർഗങ്ങൾ. ഇതിൽ മനുഷ്യർ മാത്രമാണ് കുടുംബമായി ജീവിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യനെ ഉപ്പയുടെയും ഉമ്മയുടെയും തണൽ വേണ്ടതിൻ്റെ അനിവാര്യത എന്ന ശാസ്ത്രീയമായ പഠനം, ആ പഠനത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം, മറ്റെല്ലാ സസ്തനികളും പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ 50, 60, 70% തലച്ചോറ് വികസിച്ചതിന് ശേഷമാണ്. എന്നാൽ മനുഷ്യ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് വീഴുമ്പോൾ 1% 1200 ഗ്രാമാണ് ഒരാളുടെ തലച്ചോറിൻ്റെ വളർച്ച എങ്കിൽ, പൂർണ്ണ വളർച്ചയുടെ തൂക്കമെങ്കിൽ വെറും 300 ഗ്രാം ഉള്ളവനായിട്ടാണ് ഒരു കുട്ടി ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. ബാക്കി അവൻ്റെ തലച്ചോറ് വികസിക്കുന്നത് 12 വയസ്സ് വരെയുള്ള വളർച്ചാ ഘട്ടത്തിലാണ്. ഈ 12 വയസ്സ് വരെയുള്ള വളർച്ചാ ഘട്ടത്തിൽ അവൻ്റെ തലച്ചോറ് രൂപപ്പെടുന്നതിനോടൊപ്പം അവൻ്റെ വ്യക്തിത്വവും വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ പേഴ്സണാലിറ്റിയും രൂപപ്പെടുകയാണ്. ഒരു സ്ക്രോൾ ചെയ്ത് സിനിമകളും വൃത്തികേടുകളും റീൽസുകളും ഇൻസ്റ്റയിലും മുങ്ങിക്കുളിക്കുന്ന ഒരു കുട്ടി, അവൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതും തലച്ചോറ് വികസിക്കുന്നതിനും പിന്നീട് ആ വ്യക്തി അതായി മാറുന്നിടത്തും സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് എത്രയാണ്? ഒരു കുട്ടി പുട്ടിയിട്ട് ലിപ്സ്റ്റിക്ക് തേച്ച് ഈ പറയുന്ന രൂപത്തിൽ ഒരുങ്ങി നടക്കലാണ് സൗന്ദര്യം എന്ന് അവൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം സെലിബ്രിറ്റികളെ അവൾ കണ്ടതും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള റീൽസുകൾ അവൾ കണ്ടതും ആ കുട്ടിയുടെ വ്യക്തിത്വം അതായി മാറാൻ കാരണമായിട്ടുണ്ട്. പ്രണയ ലീലാവിലാസങ്ങളും വൃത്തികേടുകളും ശരീരപ്രദർശനങ്ങളും ഈ തലച്ചോറ് വളരുന്ന പ്രായത്തിൽ കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സ് പിന്നീട് പ്രണയമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അവകാശം, വ്യഭിചാരമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വാധീനം, കള്ളുകുടിക്കലാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ താരപരിവേഷം എന്ന ഹീറോയിസത്തിലേക്കും അക്രമവാസനയിലേക്കും ഒരു കുട്ടി പറിച്ച് നടപ്പെടുന്നതിൻ്റെ പിറകിൽ ഈ തലച്ചോറ് വികസിക്കുന്ന പ്രായത്തിൽ ഒരു കുട്ടി കാണുന്ന കാഴ്ചകൾ അതിൻ്റെ വ്യക്തിത്വമായി രൂപപ്പെടുന്നു എന്നത് എത്രമേൽ നമുക്കറിയാം. ഈ പറയുന്നതൊക്കെ പിന്നീട് കുട്ടികൾ അങ്ങനെ ഈ ലജ്ജയില്ലാത്ത ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു വരികയാണ്. പരസ്യമായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ വയ്യ, ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ വയ്യ, ഒരു പാർക്കിലൂടെ സഞ്ചരിക്കാൻ വയ്യ, ഒരു ബീച്ചുകളിലൂടെ നടക്കാൻ വയ്യ, ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ വയ്യ, ഒരു ശകട നിലയങ്ങളിൽ ബസ്സിൽ കാത്തു നിൽക്കാൻ ഒരു കുടുംബത്തിന് സാധ്യമല്ല. പരസ്യമായി നിന്ന് വൃത്തികേടുകൾ ചെയ്യുന്നിടത്തേക്ക് ഈ കുട്ടികളുടെ മനസ്സ് എങ്ങനെ പാകപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അവർ വിനിയോഗിക്കുന്ന തലച്ചോറ് വികസിക്കുന്ന പ്രായത്തിൽ തന്നെ അവർ കണ്ടു തീർത്ത വൃത്തികേടുകളാണ് അവരുടെ വ്യക്തിത്വങ്ങളായി രൂപപ്പെട്ടത് എന്ന് പറയുന്നിടത്ത് സോഷ്യൽ മീഡിയയുടെയും അതിൻ്റെ അപകടത്തെയും കുറിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടുന്ന രക്ഷിതാക്കൾ എത്രമേൽ വലിയ ജാഗ്രത പുലർത്തണം. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ എന്നാണ്. നിങ്ങളോട് പടച്ച റബ്ബിനോട് പാലിക്കേണ്ട ലജ്ജയുടെ, നാണത്തിൻ്റെ, ഉളുപ്പിൻ്റെ മുറ നിങ്ങൾ പാലിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉളുപ്പിൻ്റെ മുറ നിങ്ങൾ പാലിക്കണം. കുന്നാ നസ്തഹി മിനല്ലാഹി ഹഖൽ ഹയാ, നാണത്തിൻ്റെയും ലജ്ജയുടെയും ഉളുപ്പിൻ്റെയും ചേപ്രയുടെയും മുറ ഞങ്ങൾ പാലിക്കാറുണ്ടല്ലോ റസൂലെ, ഞങ്ങൾക്ക് നാണമുള്ളവരാണ്. ഫലൈസ ദാക്, അതല്ലടോ, അൻ തഹ്ഫള റഅസ വമാ വഅ, നിങ്ങളുടെ കണ്ണും കാതും നിങ്ങളുടെ ഖൽബും നിങ്ങളുടെ തലയും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം. നിങ്ങളുടെ കണ്ണ് എന്ത് കാണുന്നു, നിങ്ങളുടെ കാത് എന്ത് കേൾക്കുന്നു, നിങ്ങളുടെ തലച്ചോറിൽ എന്ത് രൂപപ്പെടുന്നു, എന്ത് ചിന്തിക്കുന്നു, ഇത് സംരക്ഷിക്കപ്പെടണം. നമുക്കുണ്ടാകുന്ന ഒരു കുട്ടിയുടെ കാഴ്ച സംരക്ഷിക്കപ്പെടണം, നമുക്കുണ്ടാകുന്ന ഒരു കുട്ടിയുടെ കേൾവി സംരക്ഷിക്കപ്പെടണം, നമുക്കുണ്ടാകുന്ന ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ നല്ലതായിരിക്കണം. ഈ കാണുന്ന വൃത്തികേടുകൾ കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ എന്ത് ചിന്തയാ മുളപൊട്ടുക? അവൻ്റെ മനസ്സുകളിലേക്ക് പാപചിന്തകൾ കുന്നുകൂടുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ വൃത്തികെട്ട കാഴ്ചകൾ മുഴുവൻ. ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളൊക്കെ എത്ര അതബോടുകൂടി ജീവിച്ചതാ. ഇന്ന് പരസ്യമായി നിന്ന് ശരീരം പ്രദർശിപ്പിച്ച് തുള്ളിച്ചാടുന്ന നിലവാരത്തിലേക്ക് ഒരു കുട്ടിയുടെ മനസ്സ് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് നമ്മൾ വിചാരിച്ച്. പണ്ടൊക്കെ ടെലിവിഷനെ കുറിച്ച് വിമർശിക്കുന്ന ഉസ്താദുമാരുടെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നു. ടെലിവിഷൻ തലവിഷമാണ് എന്നും അത് നമ്മുടെ തലച്ചോറുകളിലേക്ക് വൃത്തികേടുകൾ രൂപപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഏതോ 6-ാം നൂറ്റാണ്ടുകാരനായി ചില പണച്ചാക്കുകൾക്ക് തോന്നിപ്പോയതിൻ്റെ പരിണിത ഫലം. അവനാൻ്റെ വീട്ടിൽ ഗൾഫിൽ നിന്ന് ഒഴുകുന്ന കുറച്ച് പണമുണ്ട് എന്ന് കരുതി ജീവിതത്തിലേക്ക് വൃത്തികേടുകളെ കാണാൻ മാതാപിതാക്കൾക്കടക്കം ജരാനരകൾ ബാധിച്ച് തൊലികൾ ചുക്കിച്ചുളിഞ്ഞ് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ദിക്ർ ചൊല്ലി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ട പ്രായത്തിലടക്കം അശ്ലീലതകളും വൃത്തികേടുകളും കാണാൻ മാതാപിതാക്കൾക്ക് ടെലിവിഷനും ഹോം തിയേറ്ററും ഒരുക്കി കൊടുക്കുന്നവർ ഉണ്ടാക്കി വെച്ച വിനയത്രയാണ്.
ഖബറിലേക്ക് നടന്നു പോകുന്നവർ വൃത്തികേടുകൾ മാത്രം തലച്ചോറിൽ നിറച്ചുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ ബർസഖിലേക്ക് യാത്ര പോയത്. എന്ത് ക്രൂരതയാണ് ചെയ്തത്! മാതാപിതാക്കളടക്കം ഈ പറയുന്ന വല്യപ്പാന്റെ കയ്യിൽ ദിക്ർ ചൊല്ലുന്ന മന്ത്രങ്ങളാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. ആ ദിക്ർ ചൊല്ലിയിരിക്കേണ്ട, പരലോകത്തെക്കുറിച്ച് ഓർക്കേണ്ടവർ പോലും അവരോട് പോലും കാണിച്ചത് എത്രമേൽ വലിയ ക്രൂരതയാണ്. അത് കണ്ടു വളർന്ന കുട്ടികൾ പിന്നീട് ഡിവൈസുകൾ വളർന്നു വന്നപ്പോൾ, അവരുടെ കൈകളിലേക്ക് ഇത് യഥേഷ്ടം കിട്ടിയപ്പോൾ അവരുടെ തലച്ചോറും അവരുടെ വ്യക്തിത്വവും ഇതിനനുസരിച്ച് രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരു പത്തിരി പരത്തുന്നതിന് വേണ്ടി ഒരു പൊടി എടുക്കുമ്പോൾ അതിലേക്ക് പിന്നീട് കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ, എന്നിട്ട് അത് കുഴച്ച് പശിമയുള്ളതാക്കി മാറ്റി, പിന്നീട് അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളായി വേർപ്പെടുത്തി, എന്നിട്ട് അത് ഉരുട്ടി പദം വരുത്തി പരത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പലഹാരമാക്കി രൂപപ്പെട്ട് കഴിഞ്ഞ് ചുട്ടെടുത്ത കയ്യിൽ കിട്ടിയ ഒരു സാധനം പിന്നീട് ഞാനിതിങ്ങനെയല്ല ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും തിരിച്ചിതിൻ്റെ പഴയ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതുപോലെ കുഞ്ഞുളം മനസ്സുകളിലേക്ക് അശ്ലീലതകളും വൃത്തികേടുകളും അക്രമവാസനകളും അത് മുളപ്പിച്ചു പൊങ്ങാനുള്ള സകല സാഹചര്യങ്ങളെയും ഒരുക്കിക്കൊടുത്ത് ഒരു കുട്ടി സ്ത്രീലംബനനും ഒരു പെണ്ണിനെ പോലും വഴി നടക്കാൻ അനുവദിക്കാത്തവനും ആയി മാറുന്നിടത്ത് രക്ഷിതാക്കൾക്ക് പിന്നീട് ആ കുട്ടിയെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നത് ഭീകരമായ പ്രതിസന്ധിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് സോഷ്യൽ മീഡിയ നമ്മളുടെ മക്കളുടെ കാര്യത്തിലടക്കം നിയന്ത്രിക്കപ്പെടേണ്ടതും പാരൻറ്റിങ് ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനൊക്കെ കൺട്രോൾ ചെയ്യപ്പെടേണ്ടതും എങ്ങനെയെന്നൊരു രക്ഷിതാവ് അതിൽ സാക്ഷരത നേടുകയും ഒരു രക്ഷിതാവിൻ്റെ ഗൈഡിങ്ങിലല്ലാതെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്നതിൻ്റെ അനിവാര്യതയും ഒക്കെ ഇതാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മളെ കുട്ടികൾക്കടക്കം ആഹാരം കൊടുക്കൽ എങ്ങനെയാണ്. പണ്ട് കാലത്ത് അമ്പിളിമാമനെ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിൽ ഇന്ന് ഫോൺ അങ്ങോട്ട് കൊടുക്കണം, എന്നിട്ട് ഈ കുട്ടി ഇതിലേക്ക് നോക്കുമ്പോൾ ഇതിലൂടെ ഇറങ്ങണത് അറിയില്ല, എന്നിട്ട് ഇതിങ്ങനെ തിന്ന് കിട്ടിയാൽ മതി അമ്മക്ക്. ഈ കുട്ടി എന്തായാലും വേണ്ടില്ല. ഈ കുട്ടിയുടെ തലച്ചോറ് നശിച്ചാലും, ഈ കുട്ടി ഒരു കള്ളുകുടിയനായി മാറിയാലും, ഈ കുട്ടി ഒരു സ്ത്രീലംബനനായി മാറിയാലും ഒരു പ്രശ്നമല്ല. അതങ്ങനെ കണ്ടാൽ മതി, ചോറ് ഇറങ്ങിക്കിട്ടിയാൽ മതി. ഒരു തടിയെ വളർത്തുന്ന റോളാണ്. മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ മക്കളുടെ കാര്യത്തിൽ. അവരെ നശിപ്പിച്ചതിൻ്റെ പ്രഥമ ഉത്തരവാദികൾ രക്ഷിതാക്കളായി മാറും. ഒരു സംശയം അതിലൊന്നും വേണ്ട. സോഷ്യൽ മീഡിയ നമ്മുടെ കൺവെട്ടത്തല്ലാതെ അവർ ഉപയോഗിക്കരുത്. ആവശ്യത്തിനല്ലാതെ അവർ ഉപയോഗിക്കാൻ പാടില്ല. ആവശ്യത്തിനല്ലാതെ ഒരു വിനോദത്തിന് വേണ്ടിയും ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പം റീൽസ് കാണുന്ന കുറേ കുട്ടികളുണ്ട്. ഇൻസ്റ്റ എന്ന് പറയുന്നത് നിരോധിക്കപ്പെടണമെന്ന മുറവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ഇൻസ്റ്റ ഇനി പാടില്ല എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തി ഭരണകൂടം. പക്ഷേ ഇത് എന്തുകൊണ്ട് റീൽസ് കാണുന്ന കുട്ടികൾ, അധ്യാപകരായ ആളുകൾക്കറിയാം ക്ലാസ് മുറികളിൽ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്നറിയും. ഈ പറയുന്ന റീൽസ് കാണുന്ന കുട്ടികളിൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നിമിത്തം അവർക്ക് അവരുടെ കർമ്മ നൈരന്തര്യമോ സ്ഥിരോത്സാഹമോ പഠനരംഗത്തുള്ള ഏകാഗ്രതയോ ഒന്നുമില്ല. പ്രധാനമായും 4 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ അറ്റൻഷൻ സ്പാൻസ് നഷ്ടപ്പെടുമെന്നതാണ്. റീൽസുകൾ സ്ക്രോൾ ചെയ്യുന്ന കുട്ടികൾക്ക് ശ്രദ്ധ മരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2Xലൊക്കെ ഇട്ടിട്ട് ലിങ്കുകൾ കാണുന്ന കുട്ടികൾക്ക് പാഠപുസ്തകത്തിൻ്റെ ലോകം വിരസമാണ്. അവർക്ക് പഠിപ്പിച്ചിട്ട് തലയിൽ കയറിനുള്ള ശ്രദ്ധ കിട്ടണില്ല. സാറന്മാർ കടന്നിട്ട് മൂക്കൊണ്ട് ഇട്ടായി ജഞ്ഞ വരയ്ക്കുക, അല്ല ഒന്നുമില്ല. എന്തേ കാരണം? ഇവർക്കറിയില്ല. ഈ പറയുന്ന കുട്ടികളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയണില്ല. അവരുടെ അറ്റൻഷൻ സ്പാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2, അവരുടെ മെമ്മറി ലോ ആയി. കാരണം എന്താ? ചെറിയ പ്രായത്തിൽ തന്നെ മുതിർന്ന ആളുകൾ കാണേണ്ട കാഴ്ചകൾ ഇപ്പം തന്നെ കാണുകയാണ്. തലച്ചോറ് മുഴുവൻ ആവശ്യമില്ലാത്ത മുഴുവൻ ഡാറ്റകളും കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്നിട്ട് പിന്നെന്താ ഉള്ളത്? പാഠപുസ്തകമോ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമോ മനസ്സിലേക്ക് വരാത്ത വിധം അവൻ്റെ മെമ്മറി പവർ നഷ്ടപ്പെട്ടു. റിയാലിറ്റിയുടെ ലോകത്തില്ല, റീൽസിൻ്റെ ലോകത്താണ്. ഒക്കെ റീൽസിൻ്റെ ലോകത്താണ്. മാസ് ഡയലോഗ് പറഞ്ഞ് വാപ്പാൻ്റെ നേരെ വിരൽ ചൂണ്ടി അധ്യാപകരെ ഘരാവോ ചെയ്ത് കൂടെ പഠിക്കുന്ന സഹപാഠികൾ അടിച്ച് തകർത്ത് പെൺകുട്ടികളുടെയൊക്കെ തോളത്ത് പോയി കൈയിട്ട് അവരുടെയൊക്കെ മടിയിൽ കയറി ഇരുന്ന് ഇങ്ങനെ പരസ്പരം എവിടെയാണ് എന്ന സ്ഥലകാല ബോധം പോലുമില്ലാതെ ഒരു സമൂഹത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന റീൽസിൻ്റെ ലോകത്താണ് തലമുറകൾ മൊത്തമുള്ളത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ കോളേജിൽ രാത്രി 7 മണിയായാൽ പിന്നെ അങ്ങോട്ടും കയറാൻ പാടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇറങ്ങാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ വാതിലും ഈ പറയുന്ന പല കോളേജുകളുടെയും ഹോസ്റ്റലുകളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. എപ്പോഴും ഇറങ്ങിപ്പോകാം, എപ്പോഴും കയറി വരാം. അതുകൊണ്ട് തന്നെ നേരം വെളുക്കുന്നത് വരെ ഓരോ പെൺകുട്ടികളും ഹോസ്റ്റലുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ കൂടെ കാറിലും ബുള്ളറ്റിലും സ്കൂട്ടിമേലും ബൈക്കിലും നേരം വെളുക്കുന്നത് വരെ വ്യഭിചരിച്ച് നടക്കുകയാണ്. എന്നിട്ട് തിരിച്ചിങ്ങനെ കയറാണ്. ഇതൊക്കെ കൂടി അടുത്തൊരു തലമുറയായി വരുമ്പം എബോളയും സിഫിലിസും ഗൊണേറിയയും എയ്ഡ്സും അടക്കമുള്ള മാരകമായ രോഗം കൊണ്ട് ഒരു സമൂഹം മുഴുവൻ പരീക്ഷിക്കപ്പെടുന്ന ദുരവസ്ഥയിലേക്ക് അധിക ദൂരമൊന്നുമില്ല. ഹോമോസെക്ച്വാലിറ്റി ജീവിതത്തിൻ്റെ വലിയ അവകാശമാണെന്ന് പറഞ്ഞ ലിബറൽ രാഷ്ട്രങ്ങളുണ്ട്. US അടക്കമുള്ള, അമേരിക്ക അടക്കമുള്ള രാഷ്ട്രം. അവിടുത്തെ ഹോമോസെക്ച്വലുകളിലെ 40% എയ്ഡ്സ് രോഗികളാണ്.
40% എയ്ഡ്സ് രോഗികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വൈകൃതങ്ങളെ തങ്ങളുടെ റീൽസുകളിൽ കണ്ടിട്ട് ലെസ്ബിയനുകളാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പെൺകുട്ടികൾ. കോഴിക്കോടുള്ള ഒരു ടീച്ചർ പുറത്തുവിട്ട ഒരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ടീച്ചർ പറഞ്ഞത്, അവിടെയുള്ള കുട്ടികളിൽ ഒരു ദിവസത്തെ ഒരു നിശ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ പറയാണ്, എൻ്റെ ഈ ഹോസ്റ്റലിലെ 100 കണക്കിന് കുട്ടികളുണ്ടെങ്കിൽ അതിലെ 80 കുട്ടികളും ഈ പറയുന്ന ലെസ്ബിയനുകളാണെന്നാണ്. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ബാക്കി വരുന്ന 20% മാത്രമാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ലെസ്ബിയനുകൾ ഈ സ്ട്രൈറ്റ് ഫോർവേഡാണെന്ന് പറഞ്ഞിട്ട് ഇവരെ പരിഹസിക്കുന്ന ദുരവസ്ഥയിലേക്ക് കുട്ടികളുടെ മനസ്സ് മാറിയത് ഏതെങ്കിലും രക്ഷിതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടി വന്നിട്ട് നാളെ ഞാൻ ഈ പറയുന്നൊരവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ എത്രമേൽ വലിയ ഭീകരമായ പ്രതിസന്ധിയിലേക്ക് നമ്മുടെയൊക്കെ കുടുംബജീവിതം വഴിമാറിപ്പോകും. സാമൂഹിക ദുരന്തമായി ഇത് വഴിമാറൂലേ? ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം കൊണ്ട് എത്ര കുട്ടികളാണ് നശിച്ചത് നമ്മൾ പോലും അറിയാതെ. ഇവരിത് സ്വകാര്യമായി ഉപയോഗിക്കുന്നുണ്ട്. ചില രക്ഷിതാക്കളൊക്കെ യാതൊരു ശ്രദ്ധയുമില്ലാത്തവരാണ്. നെറ്റും കയറ്റി കൊടുക്കും, ഫോണും കൊടുക്കും, അലാറം വെക്കാനെന്നും പറഞ്ഞിട്ട് ചെവിയിലൊരു സാധനം തിരികെയും കൊടുക്കും. എന്നിട്ടത് കുട്ടിക്ക് പഠിക്കാനല്ല, സ്വതന്ത്രമായിട്ട് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വാതിലും അടച്ച് കുട്ടിക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് നേരം വെളുക്കുന്നത് വരെ ജനലിൻ്റെ സാക്ഷയിട്ട് വാതിലിൻ്റെ കൊളുത്ത് പൂട്ടി വിരി താഴ്ത്തി അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഈ വൃത്തികേടുകളും ഈ പറയുന്ന പോൺ സൈറ്റുകൾ കണ്ട് കാർന്ന് തിന്ന് നേരം വെളുക്കുമ്പോൾ സ്കൂളിൽ വന്നിട്ട് തലയും താത്തി ഉറങ്ങുന്ന കുട്ടികളാണ്. എത്ര രക്ഷിതാക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം കുട്ടികൾക്ക് അനുവദിച്ച് നൽകാൻ ഒരു തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടീനേജ് പ്രായം റാഷണൽ ബ്രെയിനിൻ്റെ പ്രായമല്ല, അത് ഇമോഷണൽ ബ്രെയിനിൻ്റെ പ്രായമാണ്. റാഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇതെൻ്റെ കണ്ണിനെ നശിപ്പിക്കും, ഇതെൻ്റെ സമ്പത്തിനെ നശിപ്പിക്കും, ഇതെൻ്റെ ശരീരത്തെ രോഗാതുരമാക്കും എന്ന് ചിന്തിക്കാനുള്ള തലച്ചോറില്ലാത്ത പ്രായമാണ് ടീനേജ് പ്രായം എന്ന് പറയുന്നത്. ആ സമയത്ത് വെറും വൈകാരികതയുടെ ഡോപ്പമിൻസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ഒരു കുട്ടിയിലുണ്ടാക്കുന്ന വൈകാരിക വിക്ഷുബ്ധതയെ അതിൻ്റെ തള്ളിച്ചക്കനുസരിച്ച് സഞ്ചരിക്കുന്ന പ്രായമാണ്. ആ പ്രായത്തിലാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ കൂടി സ്വതന്ത്രമായി മക്കളുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അതുണ്ടാക്കി വെക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങളും നമ്മുടെ കുട്ടികളെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന ഘടകങ്ങളുമാണ്. അങ്ങനെ ഒരു കുട്ടി മാറിക്കഴിഞ്ഞാൽ അവനൊരു സാമൂഹിക ദ്രോഹിയായി മാറൂലേ? ഒരു പെൺകുട്ടിക്ക് അവൻ്റെ മുമ്പിലൂടെ സുരക്ഷിതമായി നടക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ആൺകുട്ടി ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാമൂഹിക പശ്ചാത്തലം നമുക്ക് കിട്ടുമോ? ഇതൊക്കെ കൂടി തുറന്നനുവദിച്ചു കൊടുക്കുന്നതാണ് ഇന്നിൻ്റെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ കുറേ കുട്ടികൾ ഈ പറയുന്ന സംഗീതവും കേട്ട് സംഗീതത്തിന് അഡിക്റ്റഡാണ്. എല്ലാത്തിൻ്റെ ചെവിയിലും എപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്ര ദൂരത്തേക്കൊക്കെ പഠിക്കാൻ പോണ കുട്ടികളെ ചെവിയിൽ നോക്കുന്നുണ്ടോ? ഫുള്ള് ഡിജിറ്റൽ ശബ്ദത്തോടു കൂടി മുഴങ്ങുന്ന സിനിമാ പാട്ടുകൾ, വ്യഭിചാര പാട്ടുകൾ, കൊലപാതക പാട്ടുകൾ, ഇത് കേൾക്കാൻ പറ്റുമോ? ലൈസൽ മുഅ്മിനു ബിത്തുആനിൻ വലൽ ലആനിൻ വലൽ ഫാഹിഷി വലൽ ബദി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ഫാഹിഷ്, അശ്ലീലതകൾ കാണുന്നവനോ, അശ്ലീലതകൾ കേൾക്കുന്നവനോ, അശ്ലീലതകൾ ചിന്തിക്കുന്നവനോ, അശ്ലീലതകൾ പ്രവർത്തിക്കുന്നവനോ ആയി മാറാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുകയില്ല എന്നാണ്. ഇന്നത്തെ സിനിമകളുടെ മുഴുവൻ പാട്ടുകളുടെയും ഇതിവൃത്തം എന്താണ്? സോഷ്യലി റെലവൻ്റായ മെസ്സേജുള്ള 1-2 പാട്ടുകളുണ്ട് എന്നതല്ലാതെ ബാക്കിയെല്ലാം വ്യഭിചാരത്തിനും പ്രണയ ലീലാവിലാസങ്ങൾക്കും പ്രേരിപ്പിക്കുന്നതാണ്. ഈ പാട്ടാണ് നമ്മുടെ കുട്ടികളിരുന്ന് അങ്ങനെ കേൾക്കുന്നത്. ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ കയറൂല. പണ്ഡിതന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞ കോട്ടിങ്ങാണത്. അതായത് സംഗീതത്തിന് അഡിക്റ്റഡായ, സംഗീതം കേൾക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് ഖുർആൻ ഇടം പിടിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ കൽബ് പൂട്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഹൃദയം നരകത്തെക്കുറിച്ച് എത്ര തോരാതെ ഇതിൻ്റെ മുകളിൽ നിന്ന് നെഞ്ചു വിറച്ച് ചുണ്ട് വിറച്ച് ഹൃദയം പൊട്ടി പറഞ്ഞാലും മുന്നിലിരിക്കുന്ന സിനിമകൾക്ക് ഭ്രാന്ത് നേടിയ ഒരു കുട്ടി പോൺ സൈറ്റ് കണ്ട് ഭ്രാന്തായ ഒരു വ്യക്തിക്ക് തിരുത്താൻ കഴിയൂല. നരകത്തെക്കുറിച്ച് പറഞ്ഞാലും പേടി ഉണ്ടാവില്ല, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാലും പ്രതീക്ഷ ഉണ്ടാവില്ല. സ്വന്തം കൂട്ടുകാരൻ്റെ മൃതദേഹം മുന്നിൽ നിന്ന് എടുത്തു കൊണ്ടുപോകണത് കണ്ടാലും ഞെട്ടൂല. മീസാൻ കല്ലിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ചാലും ഞെട്ടൂല. അങ്ങനത്തെ ഒരു മനസ്സിലേക്ക് ഇത് പരിവർത്തിക്കപ്പെടും. ഇതിൻ്റെ ഒരു ദുരന്തമാണ്. ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ അങ്ങേയറ്റം വലിയ ഗഫലത്തുൽ ഹയാത്തിലേക്കും ഖസ്വത്തുൽ ഖൽബിലേക്കും കൊണ്ടുപോകുമെന്നത് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. മറ്റൊന്ന്, ഇത്തരം കുട്ടികൾ റിയൽ ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അവർ ഇമ്പൾസീവുകളായിരിക്കുന്നതാണ്. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ എടുത്ത് ചാട്ടക്കാർ. ഒരു ചെറിയ വിഷയം വന്നാൽ അപ്പം പോയി തൂങ്ങിച്ചാവും, അതല്ലെങ്കിൽ വിഷം കുടിക്കും, അല്ലെങ്കിൽ കിണറ്റിൽ പോയി ചാടും. ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി, അതിൻ്റെ പിന്നാലെ പെറ്റുപോറ്റുന്ന മാതാപിതാക്കൾക്ക് അപ്പുറത്ത് വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ ഇറങ്ങിപ്പോവും. അപ്പം ഇന്ന് കണ്ടില്ലേ, ഇന്നത്തെ പത്രം വായിച്ചില്ലേ? ഇന്നത്തെ പത്രത്തിൽ തിരൂരിലുള്ളൊരു പെൺകുട്ടിയെ ഈ പറയുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സ്നാപ്ചാറ്റിലൂടെ ഒക്കെ പോയിട്ട് മെസ്സേജ് അയച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പല വീടുകളിലും പല റൂമുകളിലും പല ലോഡ്ജുകളിലും കൊണ്ടുപോയി പീഡിപ്പിച്ച് നഗ്ന ചിത്രങ്ങൾ പകർത്തി, എന്നിട്ട് പിന്നെ അതിനുശേഷം എനിക്ക് ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ മാല ആവശ്യപ്പെട്ട്, സ്വർണ്ണം ആവശ്യപ്പെട്ട് ഇത് കൊടുത്ത് തിരിച്ചു ചോദിച്ചപ്പം ഈ പറഞ്ഞ വൃത്തികെട്ട വീഡിയോസ് തിരിച്ചയച്ചു കൊടുത്ത് മര്യാദക്ക് നിന്നോ എന്ന് പറഞ്ഞ്
ഇതൊക്കെ സംഭവിക്കണം നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന ആരെങ്കിലും ഒരു ഐ ലവ് യു വിടുമ്പോഴേക്ക് ജീവിതവും ആത്മാവും അഭിമാനവും ശരീരവും അടക്കം അവരുടെ മുമ്പിൽ സമർപ്പിക്കാൻ മനസ്സ് പ്രചോദനമേകുന്നത് ഈ കാഴ്ചകൾ തന്നെയാണ്. അങ്ങനൊരു അബദ്ധത്തിൽ ചെന്നപ്പെടുക, ഗർഭിണികളായി മാറുക, തെരുവിൽ ഉപേക്ഷിക്കപ്പെടുക, മാതാപിതാക്കൾ എന്നിട്ട് ഇങ്ങനെ അലയുക, കൗൺസിലിംഗ് കേന്ദ്രങ്ങളിൽ ചെന്ന് വരി നിൽക്കുക, ഇതിനൊന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്ന് ചോദിക്കുക. ഓരോ കുട്ടികളുടെയും ഈ പറയുന്ന നിയന്ത്രണമില്ലായ്മ കൊണ്ട് കുട്ടികളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ നിമിത്തം രക്ഷിതാക്കൾ വീർപ്പുമുട്ടുക, അവസാനം എല്ലാം വിധിക്ക് വലിച്ചെറിയുക, തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുക. ഇതൊക്കെ നമുക്കൊരു പക്ഷേ ദുനിയാവിൽ നടക്കും. ആഖിറത്തിൽ ചോദ്യം ഉണ്ടാവും. വാപ്പാൻ അവിടെ നിർത്തും, എന്നിട്ട് ചോദ്യങ്ങൾ ഓരോന്ന് ചോദിക്കും. ആ മകന് വേണ്ടി ഒരുക്കി കൊടുത്ത രാവിനെക്കുറിച്ച്, പകലിനെക്കുറിച്ച്, സൗകര്യങ്ങളെക്കുറിച്ച് ഒക്കെ ചോദിക്കപ്പെടും. ആ മകന് കൊടുത്ത ഒരു വാപ്പയും തൻ്റെ കുട്ടിക്ക് ഹുസ്നുൽ അദബ്, നല്ല സംസ്കാരത്തോളം വരുന്ന ഒരു സമ്മാനവും, ഒരു വാപ്പയും ഒരു മകന് ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല ഏറ്റവും നല്ല സംസ്കാരത്തെക്കാൾ എന്നാണ്. അപ്പോൾ സംസ്കാരം കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് കൊടുക്കേണ്ട സമ്മാനദാതാവാണ് വാപ്പയും. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വിചാരണ നേരിടേണ്ടി വരും എന്ന് ഇസ്ലാം നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന എടുത്തുചാട്ടക്കാരും ഈ പറയുന്ന ഇമ്പൾസീവുകളൊക്കെയായി നമ്മുടെ കുട്ടികൾ മാറാനുള്ള കാരണം ഈ റീൽസുകളുടെ കാഴ്ചകളാണ്. അത് തിരിച്ചറിയാൻ രക്ഷിതാക്കൾ വൈകിയാൽ 10 A+, 11 A+, 12 A+ എന്ന് പറഞ്ഞിട്ട് കുട്ടിൻ്റെ നേരെ ഒലക്കെടുത്ത് പിന്നെ ഓടിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. തലച്ചോറിൽ അത് കയറില്ല. അവർക്ക് പഠിക്കാനുള്ള ഈ സ്ഥിരോത്സാഹം ഉണ്ടാവില്ല. വളരെ അലസന്മാരും മടിയന്മാരുമായി മാറും. കമിഴ്ന്ന് അവിടെ കിടക്കും. പഠിക്കാൻ കഴിയൂല അവർക്ക്. അവരുടെ കണ്ണുകൾ ക്ഷീണിച്ചിട്ടുണ്ടാവും, അവരുടെ മനസ്സുകൾ ക്ഷീണിച്ചിട്ടുണ്ടാവും, അവരുടെ മനസ്സുകൾ പാപങ്ങൾ കൊണ്ട് തിളക്കുന്നുണ്ടാവും, പാപചിന്തകൾ കൊണ്ട് മതിക്കുന്നുണ്ടാവും. കാരണം അത്രമേൽ വലിയ കാഴ്ചകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഇവർ ഈ കാഴ്ചകളിലൂടെയൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നത് രക്ഷിതാക്കളായ നമ്മൾ പ്രത്യേകിച്ച് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ ഈ സോഷ്യൽ മീഡിയ ചില ആളുകൾ വിനിയോഗിക്കുന്നത് കളവ് പ്രചരിപ്പിക്കാനാണ്. എന്താണ് കേട്ട വാർത്തയുടെ നിജസ്ഥിതി എന്നൊന്നും പരിശോധിക്കൂല. എന്തെങ്കിലും കേട്ടോ, പ്രത്യേകിച്ച് വ്യഭിചാര വാർത്തകളടക്കം. വ്യഭിചാര വാർത്തയുടെ വിഷയത്തിൽ അവിടെ ആരെങ്കിലും വ്യഭിചരിച്ചു, ഇവിടുന്ന് ആരെങ്കിലും ചാടിപ്പോയി, അവിടുന്ന് ഏതെങ്കിലും പെൺകുട്ടി ഇറങ്ങിപ്പോയതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഷെയർ ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ടോ? സൂറത്തു നൂർ തുറക്കി അള്ളാഹു പറയാണ്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത ഫില്ലദീന ആമനു. വിശ്വാസികൾക്കിടയിൽ അശ്ലീല വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ, അവർക്ക് ദുനിയാവിൽ തന്നെ അപമാനമുണ്ട്, അപമാനിതമായ ഒരു ജീവിതമുണ്ട്, അവർക്ക് വേദനാജനകമായ ശിക്ഷ പരലോകത്ത് വരാനുണ്ട്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. ഈ പറയുന്ന വ്യഭിചാര വാർത്തകൾ അടക്കം പ്രചരിപ്പിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. അവിടുന്ന് ആ അയൽവാസിയുടെ കുട്ടി ചാടിപ്പോയി, ഇവിടുത്തെ കുട്ടി പാഞ്ഞുപോയി, അപ്പുറത്തെ കുട്ടി ഈ പറഞ്ഞ ലോഡ്ജിൽ വെച്ച് പിടികൂടപ്പെട്ടു. ഈ വാർത്തകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നവരായാലും ഇഷ്ടപ്പെടാത്തവരായാലും നമുക്ക് വെറുപ്പുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇതൊന്നും പ്രചരിപ്പിക്കാൻ ഒരു മുസൽമാൻ അവകാശമല്ല. ആയിഷ ബീവിയെക്കുറിച്ച് ഈ അപവാദ പ്രചരണം പറഞ്ഞു പരത്തി, ആയിഷ ബീവി ഇങ്ങനെ മോശമായ സാഹചര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പരത്തിയ പശ്ചാത്തലത്തിലാണ് അള്ളാഹു ഇത് പറയുന്നത്. ഇത് തലഖൗനഹു ബി അൽസിനത്തിക്കും, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് ഏറ്റെടുത്തു. വതഖൂലൂന ബി അഫ്വാഹിക്കും, എന്നിട്ട് നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങളിത് പറഞ്ഞു നടന്നു. വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ വളരെ സിമ്പിളാണ്, ഇതൊന്നും വലിയ പ്രശ്നമല്ല. ഫഹുവ ഇൻദല്ലാഹി അലീം, ആരാൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങളെങ്ങാനും പ്രചരിപ്പിച്ചാൽ പടച്ച റബ്ബിൻ്റെ അടുത്ത് അത് ഗുരുതരമായ പാപമായിട്ടാണ് പരിഗണിക്കുന്നത് എന്ന് സൂറത്തു നൂറിലൂടെ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആളുകളുടെ കുറ്റകൃത്യങ്ങൾ, ആളുകൾ ചെയ്ത വ്യഭിചാര വാർത്തകൾ ഇതൊന്നും പ്രചരിപ്പിക്കാനും ഒന്നും പാടില്ലാത്തതാണ്. ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്ന കണ്ടന്റുകൾ സ്ത്രീനഗ്നതകളടക്കം പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഒരു പെണ്ണ് വാർത്ത വായിക്കണമെങ്കിൽ പോലും ഒരു മുസൽമാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഔറത്ത് മറക്കാത്ത മുടി പുറത്തേക്കിട്ട ലിപ്സ്റ്റിക്കും വാരി തേച്ചിട്ടുള്ള ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന തരത്തിൽ ഒരു മുസൽമാൻ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു മുസൽമാൻ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത്ര നിസ്സാര കാര്യമൊന്നുമല്ല പെണ്ണുങ്ങളുടെ ഫോട്ടോസ് എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നതും അത് ജനങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതും അത് ആളുകൾക്ക് കാഴ്ചയായി ഇട്ട് കൊടുക്കുന്നതൊക്കെ. അതിലൊക്കെ ഒരു ഈ പറയുന്ന എന്തിനാ വല തബറുജൽ ജാഹിലിയത്തിലൂല എന്ന് പറഞ്ഞത്, ജാഹിലിയത്തിലെ സ്ത്രീകൾ നടന്നതുപോലെ ഒരു പ്രദർശന വസ്തുക്കളായി നിങ്ങൾ മാറരുത് എന്നും, ഒരു എക്സ്പോയിനിസവും എക്സിബിഷനിസവും പോലെ നിങ്ങൾ ആളുകൾക്കുള്ളൊരു കാഴ്ച വസ്തുവായി മാറരുത് എന്ന് ഖുർആൻ പറയാനുള്ള കാരണം എന്താ? ഇവരെ പ്രദർശിപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാത്തത്, ഒരു മുസൽമാൻ, ഒരു സലഫി ഹൃദയമുള്ള ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ മോളുടെ ഫോട്ടോ ഈ പറഞ്ഞ 10ാം ക്ലാസ്സിൽ 10 A+ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർക്ക് കാഴ്ച വസ്തുവായിട്ട് വെക്കാൻ അവളുടെ ഫോട്ടോ കൊടുക്കാൻ പറ്റൂല. നാട്ടുകാരെ മുഴുവൻ എൻ്റെ മോൾ അങ്ങനെ കാണണ്ട. അങ്ങനെ ഒരു നേട്ടം ഈ സ്ഥാപനത്തിനാവട്ടെ എന്തിനാവട്ടെ എന്ത് അടിസ്ഥാനത്തിൽ അതൊക്കെ കൊടുക്കുക? ഇതൊക്കെ കണ്ടു എന്ന് വിചാരിച്ചാൽ എന്താണ് ഉസ്താദ് എന്നാ?
ഇത് പ്രദർശിപ്പിക്കാൻ എന്ത് സ്വാതന്ത്ര്യമാണ്. ഇതിൻ്റെ ഒരു വാതിൽ തുറന്ന് തന്നാൽ, ഇതിനുള്ള ഒരു വാതിൽ നമുക്ക് മുന്നിൽ തുറന്നിടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ വലിയ ഫിത്നകൾക്ക് കാരണമാകും. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഒരു വിശ്വാസി അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടതാണ്. ചില ആളുകളൊക്കെ എന്താ ചെയ്യാന്നറിയോ, വീട്ടിലൊരു സന്തോഷം ഉണ്ടായാൽ, വീട്ടിലൊരു പെരുന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ, വീട്ടിലൊരു നോമ്പ് തുറ നടക്കുകയാണെങ്കിൽ, അതും ഇതേപോലെ സ്ത്രീകളെ അടക്കം ഫോട്ടോയിൽ പിടിച്ച് വീഡിയോ ആക്കിയിട്ട് സ്റ്റാറ്റസ് വെച്ച് നാട്ടുകാർക്ക് മുഴുവൻ കാണാൻ. എന്നിട്ട് ഇതിൻ്റെ പുറകിലെന്താ, ആളുകളുടെ മനസ്സുകളിൽ അസൂയ മുളപൊട്ടു. എല്ലാവരും ഒരേ കണ്ണുകൊണ്ടൊന്നും തീർക്കൂല. ചില ആളുകൾക്ക് അസൂയ വരും. അസൂയയിൽ നിന്ന് ശരണം തേടാൻ അള്ളാഹു ആവശ്യപ്പെട്ടത് എന്തിനാ? ഈ അസൂയ ഉണ്ടാക്കുന്ന കാഴ്ചകളും മറ്റൊരാളുടെ, ഇനിയിപ്പോൾ ആ കല്യാണത്തിന് വന്ന അല്ലെങ്കിൽ ആ കല്യാണത്തിന് അല്ലെങ്കിൽ നോമ്പ് തുറക്ക് വന്ന ഒരു പെണ്ണിൻ്റെ അനുവാദം ഉണ്ടോ ഇവളെ പ്രദർശിപ്പിക്കാൻ? വിശ്വാസിനിയായ ഒരു പെണ്ണ് ചോറ് തിന്നുന്നിടത്ത് വന്ന് അവളെ ക്യാമറ കണ്ണിൽ പകർത്തിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കാഴ്ച വെക്കാൻ ആ പെണ്ണ് അനുവാദം തന്നിട്ടുണ്ടാവോ? നമ്മളുടെയൊക്കെ ഒരു മുസൽമാൻ എന്ന് പഠിച്ചൊരു മുസൽമാൻ എന്ത് അനുവാദത്തിൻ്റെ പേരിലാണ് സ്കൂളിലുള്ള ഒരു ടീച്ചറെ ഈ പറഞ്ഞ രൂപത്തിൽ പ്രദർശിപ്പിക്കുക? ഈ പറയുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്ന സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. അവിടെയൊക്കെ ഒരു വിശ്വാസി അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവനവൻ്റെ പരലോകം തന്നെയാണ് പ്രശ്നമാവുക എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. മുഖവും മുൻകൈ ഒഴികെ ബാക്കിയെല്ലാം മറക്കണം എന്നാണ്. തട്ടം പോലും തലയിലിടാതെ നോമ്പുറക്കുന്നതും നമ്മൾ പ്രദർശിപ്പിക്കാറില്ലേ? അത് ഔറത്തിൻ്റെ പ്രദർശനമല്ലേ? നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കൂടി പ്രാക്ടിക്കലാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് പ്രാക്ടിക്കലാവുന്നിടത്ത് ഇതിൻ്റെ മാക്സിമം ലെവലിൽ ഒരു വിശ്വാസി തഖ്വ പാലിക്കണം എന്നാണ്. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞതും നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞതും ഈ പറയുന്ന തരത്തിലുള്ള സൂക്ഷ്മതകൾ പാലിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മ്യൂസിക് കേൾക്കുന്ന ആളുകൾ, ആ മ്യൂസിക് കേൾക്കുന്നതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഇത് അള്ളാഹറത്തിൽ മആസിഫ്, മ്യൂസിക് മാത്രമൊന്നുമല്ല, എന്നിട്ട് അതിൻ്റെ ഒപ്പം ഡാൻസും കളിക്കും. ഡാൻസും കളിച്ചിട്ട് അതും ഇതേപോലെ സ്റ്റാറ്റസ് ആക്കും, അതും ഇതുപോലെ റീൽസ് ആക്കും. എന്നിട്ട് പബ്ലിക് സോഷ്യൽ മീഡിയയിൽ പൊതുജന സ്വാധീനമുള്ള മാധ്യമങ്ങളിൽ ഇതിനെ പ്രദർശിപ്പിക്കും. സ്ത്രീകൾ നൃത്തം ചെയ്യുന്ന രൂപം എന്നൊക്കെ സ്കൂളിലെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ട്രെൻഡാണ്. എന്നിട്ട് ക്ലാസ് മുറിയിൽ നിന്നിട്ട് പല ജാതി മൂട് കുലുക്കിയും ശരീരം കുലുക്കിയും ശരീരത്തിൻ്റെ നിമ്നോന്നതികളെ ഇളക്കി മറിച്ചും തുള്ളിച്ചാടി അത് കാഴ്ച വസ്തുവാക്കി പ്രദർശിപ്പിച്ചുകൊണ്ട് റീൽസുകളാക്കി മാറ്റുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ലഹറത്തിൽ മആസിഫ്, ഇതാ സംഗീതോപകരണങ്ങളുടെ മാസ്മരിക ശബ്ദം അത് കാണപ്പെടുകയും വൽ ഖയ്യിനാത്ത്, പാട്ടുപാടി നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ അന്ന് നിങ്ങൾ ഓർത്തോ, ഇവിടെ ഉരുൾപൊട്ടലടക്കം ഭൂകമ്പങ്ങളടക്കം പ്രകൃതി ദുരന്തങ്ങൾക്ക് സമൂഹം സാക്ഷികളാവേണ്ടി വരുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്, അത് പാടില്ല എന്ന് പറഞ്ഞിക്കുക ചെയ്തത്. നമ്മളോട് ഈ പറയുന്ന പെൺകുട്ടികൾ ഈ പാട്ടുപാടി നൃത്തം ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ കാണാൻ പോയിരിക്കുന്ന ആളുകളെ കാണാം. അപ്പോൾ ഈ ക്ലാസ്സിന് കണ്ടില്ല നിങ്ങൾ, ഇത്രയും ആളുകളുണ്ട് മാഷാ അല്ലാഹ്, അവിടെ ദീനിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ഇഅ്തികാഫിൻ്റെ കൂലി പ്രതീക്ഷിച്ചതുകൊണ്ടും അള്ളാൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടും നമ്മളിവിടെ വന്നിരുന്നതാണ്. എന്നാൽ ഇനി പുറത്തൊരു ഗാനമേള വെച്ച് നോക്ക്, സ്കൂളിലൊരു മാമാങ്കം നടക്കുന്നുണ്ടെന്ന് നോക്കൊണ്ടു, ആ വഴി മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത അത്ര ആളുകളുണ്ടാവും. മ്യൂസിക് കേൾക്കാനും മ്യൂസിക്കിൻ്റെ പ്രോഗ്രാമുകൾക്ക് സാക്ഷികളാവാനും സിനിമാറ്റിക് നൃത്തങ്ങൾ കാണാനും ആ നൃത്തം ചവിട്ടുന്നത് കാണാനും ഒക്കെ അതിനായി പോയിരിക്കുന്ന ഒരു മാനസികാവസ്ഥ. എന്നിട്ടത് റീൽസാക്കി എന്നിട്ടും അതിങ്ങനെ പ്രദർശിപ്പിക്കും. ഇതൊന്നും അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ലാത്തതാണ്. മാത്രമല്ല, ഒരു പെണ്ണ് ഒരു പുരുഷൻ്റെ മുൻപിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്ന് വരെ നമുക്ക് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ മൂസാ നബിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചാണ്. ആ മൂസാ നബിയുടെ അടുക്കലേക്ക് വരുന്ന ആ പെൺകുട്ടിയുടെ പിക്ചർ ഖുർആനിലുണ്ട്. തംഷി അലസ്തഹിയ എന്നാണ്. തംഷി, ആ പെൺകുട്ടി മൂസാ നബി എന്ന് പറയുന്ന അന്യപുരുഷൻ്റെ അടുക്കലേക്ക് നടന്നു വന്നത് അലസ്തഹിയ, അങ്ങേയറ്റത്തെ ലജ്ജ പാലിച്ചുകൊണ്ടാണെന്നാണ്. എത്രത്തോളം ഉമർ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഖത്തത്തു വജ്ഹഹ ബിയദിഹ, തൻ്റെ കൈ കൊണ്ട് ആ പെൺകുട്ടി വായ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് സുമ്മ അബാനത്ത്, അവൾ വന്ന കാര്യം വെളിപ്പെടുത്തി. അവളുടെ സംസാരം സ്ഫുടമായിരുന്നു. അവളുടെ ആ സംസാരം എന്തേ പറഞ്ഞെന്ന് രണ്ടാമതൊന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വ്യക്തതയോടുകൂടി ആ പെൺകുട്ടി പറഞ്ഞു, ഇന്ന അബായ യദുഉക്, ഇപ്പച്ചി വിളിക്കുന്നുണ്ട്. വന്ന കാര്യം അറിയിച്ചു കൊടുത്തു. വന്നതിനെക്കുറിച്ച് തഫ്സീറുകളിൽ കാണാം, ബിദൂനി തബജ്ജുഹിൻ വലാ തബദ്ദുലിൻ വലാ ഇഗ്വാ. ഒരു അന്യപുരുഷൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വരുമ്പോൾ ബിദൂനി തബജ്ജുഹ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഷേധിയുടെ ശരീരഭാഷയല്ല. വലാ തബദ്ദുലിൻ, കൊഞ്ചിക്കുഴയുന്ന ഒരു ശരീരഭാഷയല്ല. വലാ ഇഗ്വാഇൻ, വഴിപിഴപ്പിക്കുന്ന മറ്റൊരാളുടെ മനസ്സിൽ ഇക്കിളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും ചേഷ്ടകൾ കാണിച്ചു കൊണ്ടുമല്ല. ഒരു അന്യപുരുഷൻ്റെ അടുക്കലേക്ക് എങ്ങനെ വരണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പെൺകുട്ടികളൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ പറയുന്ന റീൽസുകളിൽ ചുണ്ടുകൂർപ്പിച്ചും ശരീരം കുലുക്കിയും മറ്റുള്ള ആളുകളെ വശീകരിക്കുന്ന തരത്തിലല്ലാതെ ഏത് നൃത്തം ആണുള്ളത്?
എന്നിട്ട് ഈ തരത്തിലൊരു പെൺകുട്ടി തന്നെ പ്രദർശിപ്പിക്കുകയാണ്. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തൻ്റെ വാക്കുകൾ കൊണ്ട് കൊഞ്ചിക്കുഴയരുത് ഒരു പെൺകുട്ടീനാണ്. ഖുർആൻ പഠിപ്പിച്ചെന്ന സംസ്കാരമല്ലേ. ആ അദബും ആ സംസ്കാരവും ഏത് കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ സംസ്കാരമായി കൊണ്ടു നടക്കേണ്ടതാണ്. അതിന് പകരം ഇത്തരത്തിലുള്ള മ്യൂസിക്കും പാട്ടും എന്നിട്ട് അതിൻ്റെ ഫോളോവേഴ്സിനെ കൂട്ടുക, റീച്ച് വർദ്ധിപ്പിക്കുക. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറ പറയാം, ഫോളോവേഴ്സ് എനിക്ക് 5K 42K. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടലാണ് ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ പറയുന്ന റിയാവും ഉജുബും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് അത്ഭുതം തോന്നരുത്. നിങ്ങളുടെ പ്രകടനങ്ങൾ, എൻ്റെ ഡാൻസ് അടിപൊളി, എൻ്റെ പ്രകടനം അടിപൊളി, എൻ്റെ പെർഫോമൻസ് സൂപ്പർ, എന്നിട്ട് എൻ്റെ പെർഫോമൻസ് ഞാൻ തന്നെ ജനങ്ങൾക്കിടയിൽ ചീപ്പ് പോപ്പുലാരിറ്റി കോംപ്ലക്സ് പുലർത്തിയിട്ട് അയച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും. എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എൻ്റെ ചാട്ട് എങ്ങനെയുണ്ട്, എൻ്റെ തുള്ളൽ എങ്ങനെയുണ്ട്. ഉജുബുൻ നഫ്സ്, ഓരോരുത്തർക്കും അവനാനെ കൊണ്ട് തോന്നുന്ന ഈ അത്ഭുതം ഉണ്ടല്ലോ, ആ അത്ഭുതം പോലും നിങ്ങളെ നശിപ്പിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, ഇജ്തനിബു, നിങ്ങൾ വിട്ടു നിൽക്കണം, മിസ്ല ഹാദിഹിൽ ഖാദൂറാത്ത്, ഇതുപോലെയുള്ള ഖാദൂറാത്തുകളിൽ നിന്നാണ്. ഖാദൂറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും വേസ്റ്റ് എന്നാണ്. ലൈംഗിക തിന്മകളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് വേസ്റ്റായിട്ടാണ്. നഗ്നത പ്രദർശിപ്പിക്കുക, നഗ്നതക്കനുസരിച്ച് ചാടുക, അത് തുള്ളുക, അത് കേൾക്കുക, അതിൻ്റെ ആസ്വാദകരായി മാറുക, അതിങ്ങനെ കാണുന്നവരായി മാറുക, അത് സ്ക്രോൾ ചെയ്യുന്നവരായി മാറുന്ന മുഴുവൻ ഖാദൂറാത്തുകളെയും നിങ്ങൾ വെടിയണം. അല്ലത്തി നഹല്ലാഹു അൻഹ, ഇതൊക്കെ സ്ത്രീ നഗ്നതകളെ ആസ്വദിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും ആണും പെണ്ണും ഇണചേരുന്നത് കണ്ട് ആസ്വദിക്കുന്നതും പ്രണയ ലീലാവിലാസങ്ങളിൽ ഏർപ്പെടുന്നതും കൊഞ്ചിക്കുഴയുന്നതുമായ വേസ്റ്റുകൾ അള്ളാഹു നിങ്ങളോട് വിലക്കിയതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫമൻ അലുമ ബിശൈഇൻ മിൻഹ, ഇനി ആരിൽ നിന്നെങ്കിലും ഇത്ര വല്ല തിന്മകൾ വന്നാൽ ഫൽയസ്തതിർ ബിസത്തിരില്ല, അള്ളാഹു മറച്ചു വെച്ചത് നിങ്ങളും മറച്ചു വെക്കണം. അത് വെളിപ്പെടുത്താൻ പാടില്ല, അത് പ്രദർശിപ്പിക്കാൻ പാടില്ല, അത് വിളിച്ചു പറയാൻ പാടില്ല. വൽയത്ബു ഇലല്ലാഹ്, അള്ളാഹുവിനോട് തൗബ തേടി മടങ്ങിക്കോ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നത്. ഇനി ഒരാൾ വന്നിട്ട് ഞാൻ വ്യഭിചരിച്ചു പോയി പ്രവാചകരെ എന്നും പറഞ്ഞ് ഫഇന്നഹു മൻ യുബ്ദിലനാ സഫഹതഹു, നബിൻ്റെ മുമ്പിൽ വന്നിട്ട് നബിയെ ഞാൻ ഇന്നയാളെ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് അത് വിളിച്ചു പറയാതിരിക്കുക. ഇനി അഥവാ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഫൽയത്ബു ഇലല്ലാഹ്, അള്ളാഹുവിനോട് തൗബ തേടുക. ഇനി എൻ്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ ഈ അവസ്ഥ നിങ്ങൾ വിളമ്പിയാൽ നുഖിം ബി കിതാബില്ല, അള്ളാഹുവിൻ്റെ വേദപുസ്തകം പറയുന്ന ശിക്ഷ വെച്ച് ഞാൻ നിങ്ങൾക്കത് നടപ്പിലാക്കും, അതല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. പക്ഷേ ഈ സാധനം വിളിച്ചു പറയുകയോ പ്രദർശിപ്പിക്കുകയോ ജനങ്ങൾക്കിടയിൽ വാർത്തയാക്കി മാറ്റുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വിഷയത്തിൽ എന്താ വെച്ചാൽ, ഒരു വ്യക്തി ഇപ്പോൾ വ്യഭിചരിച്ച് അയാൾ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ പ്രേമിച്ച് എന്നിട്ടിങ്ങനെ നടന്ന് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോലും നടക്കാൻ പാടില്ല ഒരു മുസൽമാനാണ്. അത്രത്തോളം അശ്ലീലതയുടെ ഒരു സംസാരം പോലും സമൂഹത്തിലേക്ക് കയറി വരാതെ ശ്രദ്ധിക്കണം എന്ന്. ചില ആളുകൾ ഇപ്പോൾ ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാം, ചില ആളുകളൊക്കെ കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലടക്കം ഭാര്യ ഭർത്തൃ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടായ അള്ളാഹ് മറച്ചു വെച്ച തിന്മകളടക്കം വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു മറച്ചു വെച്ചതടക്കം വിളിച്ചു പറയുന്നവർ. ഒരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഒരു പെൺകുട്ടി ആ ഭർത്താവ് ചെയ്തതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഭർത്താവ് തൻ്റെ പൂർവ്വകാലത്ത് സംഭവിച്ചതൊക്കെ അയാൾക്കും പറഞ്ഞു കൊടുത്തു. അയാൾ നേരെ പെണ്ണിനോടും ഇതോടുകൂടി ആ കുടുംബപ്പൊക്കോളായി. ഒന്ന് ഡോക്ടറാണ്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഓരോ കൗൺസിലിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്ത ഇപ്പുറത്ത് വന്ന് പറയുമ്പോൾ അത് പിന്നീടുണ്ടാക്കുന്ന സാമൂഹിക ദുരന്താണ് നബിയുടെ ഈ വാക്കുകളിൽ. ഇപ്പോൾ പുതുമണവാളനും പുതുമണവാട്ടിയും ഭയങ്കര ഖുർആൻ്റെ നടുക്കണ്ടങ്ങളാണ്. പ്രഥമ രാത്രിയിൽ വന്നിരുന്നിട്ട് ഞാൻ 10 പെൺകുട്ടികളൊക്കെ പ്രേമിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ അങ്ങനെയൊക്കെ നടന്നിരുന്നു, പക്ഷെ ഇന്നു മുതൽ ഞാൻ വേറൊരാളാണ്. അപ്പോൾ മറ്റോൾ ഇനി നിൻ്റെ ഒക്കെ പറയും, അപ്പോൾ അവളെ വാകാം, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ മനസ്സുകളിലേക്ക് സംശയം മുള പൊട്ടുകയും പിന്നീട് അത് കുടുംബജീവിതത്തെ ബാധിക്കുകയും തമ്മിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇവർ പരീക്ഷിക്കപ്പെടുകയും ചെയ്യും. ഞാൻ പറയണത് ഇത്രത്തോളം ഒരു വ്യക്തിയോട് അള്ളാഹു പറയണം, നിങ്ങളടുത്ത് അത് ഒരാളെ തല്ലിയതാണെങ്കിൽ നിങ്ങൾ അയാളോട് മാപ്പ് ചോദിച്ചോളൂ, ഒരാളെ സമ്പത്ത് കവർന്നതാണെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് പൊരുത്തപ്പെടിച്ചോളൂ, ഒരാളെ ചീത്ത വിളിച്ചതാണെങ്കിലും അങ്ങനെ ചെയ്തോളൂ. പക്ഷെ ഞാൻ ഭാര്യനെ വഞ്ചിച്ചു, ഞാൻ ഭർത്താവിനെ വഞ്ചിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നീട് അത് പോയിട്ട് കുമ്പസാരം നടത്തിയിട്ട് മനുഷ്യന്മാരെ മുമ്പിൽ പറഞ്ഞാൽ അതുപോലും പാടില്ലാന്ന്. കുല്ലു ഉമ്മത്തി മുആഫ, എൻ്റെ ഉമ്മത്തിൽ എല്ലാവർക്കും മാപ്പ് കിട്ടും, ഇല്ലൽ മുജാഹിരീൻ, കൊട്ടിപ്പാടികൾക്ക് കിട്ടൂലെന്നാണ്. ചെയ്ത തെറ്റുകളെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് കിട്ടൂല എന്നാണ്, പ്രത്യേകിച്ച് ഈ ലൈംഗിക തിന്മകളൊക്കെ. അത്രത്തോളം ഒരു സ്വകാര്യതയുടെ മറ, ധാർമ്മികതയുടെ മറ
നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ സ്വയം രൂപപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഈ വൃത്തികേടുകളെയൊക്കെ ഉപജീവനമാക്കി മാറ്റി ഈ വൃത്തികേടുകൾ കൊണ്ട് യൂട്യൂബർമാർ കൊഴുത്തു വളരുമ്പോൾ ഇതിൻ്റെയൊക്കെ കാഴ്ചക്കാരും കേൾവിക്കാരുമായി നമ്മൾ മാറുന്നു എന്ന് പറയുന്നതും ഇതിൻ്റെയൊക്കെ പ്രചാരകരായി നമ്മൾ മാറുന്നു എന്ന് പറയുന്നതും അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പോലും അറിയാതെ വന്നു ചേരുന്ന പാപമാണ് എന്ന് ചിന്തിക്കാനുള്ള വിവേകം മാഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാവണമെന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതേപോലെ ഒരു വ്യക്തി ഇപ്പോൾ കാണപ്പെടുന്ന മറ്റൊരു സോഷ്യൽ മീഡിയ ദുരന്തമാണ് എന്തെന്നറിയോ? ഒരു വ്യക്തി ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ പല ജാതി പരിക്കുകളുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് സോഷ്യൽ മീഡിയ ഒരാളെ തടുക്കുന്നതാണ്. ഇപ്പം നിസ്കരിക്കാൻ വന്നാൽ തന്നെ അല്ലെങ്കിൽ എഴുത്തിക്കാപ്പിന് വന്നാൽ തന്നെ എന്താ ഉണ്ടാകുക അറിയോ? ഫോണും അങ്ങനെ തോണ്ടിയിരിക്കും. എഴുത്തിക്കാപ്പിന് വന്നാൽ പോലും വന്നതെന്തിനാ? എഴുത്തിക്കാപ്പിന് വന്നവരാണ് ഇവിടെ ഇരുന്നിട്ട് ബിസിനസ് നടത്തുന്നത്. ഭൗതികമായ എല്ലാ ചിന്തയും വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ വീട്ടിലെത്തി ലാ തുൽഹിഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാ, പടച്ച റബ്ബിന് കൊടുക്കേണ്ട ദിക്റിൻ്റെ സമയത്ത് കച്ചവടമാവട്ടെ, ക്രയവിക്രയമാവട്ടെ, ബിസിനസ്സുകളാവട്ടെ അയാളെ അലട്ടാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടും ഈ പള്ളിയിലിരുന്ന് അടക്കം എഴുത്തിക്കാപ്പിന് വന്നിരുന്നിട്ട് അടക്കം ഭൗതികതയിൽ നമ്മളിങ്ങനെ തിരക്കിലായിരിക്കും. അപ്പോഴും മക്കൾക്കുള്ള സൗകര്യങ്ങൾ അടക്കം ചെയ്തു കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എഴുത്തിക്കാപ്പിന് വരിക. ഭാര്യക്കുള്ളതടക്കം നമ്മൾക്ക് എനിക്ക് നിൻ്റെ അല്ല മതി, ഞാനും എൻ്റെ അള്ളാഹും തമ്മിൽ കുറച്ച് നേരം തന്നെയാണ് അവിടെ വരുന്നത്. എന്നിട്ട് അതും സ്ക്രോൾ ചെയ്തിട്ട് ഈ പറയുന്ന റീൽസും കണ്ടിരിക്കുന്ന ദുരന്തങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സുന്നത്ത് നിസ്കാരത്തിന് നിൽക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഒരു ഫോൺ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക, അതൊരു ഒറ്റപ്പൊക്കാം. അതോടുകൂടി സുന്നത്ത് നിസ്കാരം പോയോ? ഫർള് നിസ്കാരത്തിൻ്റെ ബാങ്ക് ജമാഅത്ത് നടക്കുമ്പോഴും ചിലപ്പോൾ അവിടെ ഫോൺ കളിച്ചിരിക്കും. അതോടുകൂടി ജമാഅത്ത് നമസ്കാരവും ഫർള് നിസ്കാരവും ഈ സോഷ്യൽ മീഡിയ കൊണ്ടുപോയോ? ഒരു ഖുർആൻ ക്ലാസ്സിൽ അള്ളാഹു കൽപ്പിച്ച എന്താ? വൈദാ ഖുറിയൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന ഒരു സദസ്സിൽ ഫസ്തമിഉ ലഹു, ശ്രദ്ധിച്ച് കേൾക്കണം, വഅൻസിതു, മിണ്ടരുത്, ലഅല്ലക്കും തുർഹമുൻ, ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇരുന്നതിന് അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങി കിട്ടും. അവിടുന്ന് വിളി ഇവിടുന്ന് വിളി, ഫോണൊക്കെ ഒറ്റ പോക്കാം. എന്നിട്ട് അവിടെ ചെന്നിട്ടും ഒരു അരമണിക്കൂർ വർത്തനം കഴിഞ്ഞിട്ട് പിന്നെയുമാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹിൻ്റെ കലാമിനെ എത്ര നിന്നയോടെ സമീപിക്കാൻ മാത്രം തൊലിക്കട്ടി നമുക്ക് ഇവിടുന്ന ഒരു QHLSൻ്റെ ക്ലാസ്സിൽ പോലും നമ്മൾ ഇരിക്കുമ്പോൾ വലിയ ഒരു അദബ് ഈ വിഷയത്തിൽ നമുക്ക് പാലിക്കാൻ പറ്റുള്ളൂ. ഒരു കോളാൾ ഇപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ ഒരാൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഇങ്ങനെ എത്രയും തവണ വിളിക്കേണ്ടതില്ല എന്ന് നമുക്ക് ചിന്തിക്കണം. അത്തരം നിർണായക ഘട്ടങ്ങളെയല്ലേ നമ്മൾ പറയണു. ആരെങ്കിലും വിളിക്കുമ്പോഴേക്ക് ഇതിന് എടുത്തിട്ട് ഒറ്റ ഓട്ടുന്നിട്ട് അവിടെ 10 മിനിറ്റ് വർത്തനം പറഞ്ഞിട്ട് പിന്നെയും ക്ലാസ്സിൽ വന്നിരിക്കുക. അള്ളാഹിൻ്റെ കലാം നമ്മുടെ ചെവിയിലേക്ക് നമ്മുടെ ജീവിത രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കുന്നിടത്ത് അതിൻ്റെ ഒരു തീരുന്നത് വരെ ഇരിക്കാനുള്ള ഭൗതിക ചിന്ത മാറ്റിവെച്ച് അതിൻ്റെ ഉള്ളിലിരിക്കാനുള്ള ക്ഷമ പോലും നമുക്ക് നഷ്ടപ്പെട്ടതാണ് നമുക്കൊക്കെ സംഭവിക്കുന്ന അപജയം. ഒരുപാട് അപജയങ്ങളുണ്ട്, അതിൽപ്പെട്ടൊരു അപജയം അതാണ് അള്ളാഹുവിൻ്റെ ഹക്കിനെ കേൾക്കുന്നിടത്ത് അദബ് പാലിക്കാൻ പോലും പറ്റണില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ദിക്റിനെത്തൊക്കെയുള്ള ഇത് തടയുന്നുവെങ്കിൽ, നമ്മുടെ ഇബാദത്തിന് ഇത് പ്രതികൂലമാകുന്നുവെങ്കിൽ, നമ്മുടെ ഖുർആൻ പാരായണത്തിന് ഇത് പ്രതികൂലമാകുന്നുവെങ്കിൽ, നമ്മുടെ ഉംറക്ക് അവിടെ ചെന്നിട്ട് കാണാം അതിൻ്റെ ഉള്ളിലിരുന്ന് തോണ്ടണം. എവിടെ? ഹറമ് കുത്തിരുന്നിട്ട് ആവശ്യമില്ലാതെ. ആ അത്യാവശ്യത്തിനുള്ള തോണ്ടലിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. ഹറമിലിരുന്നാൽ പോലും ഉംറക്ക് ചെന്നാൽ പോലും കാണാം ഫോണുമിലായിരിക്കും. അത്രത്തോളം മനുഷ്യന്മാരെ ദിക്റിൽ നിന്ന് ഇത് തടയുന്നു എന്നത് ഭീകരമായൊരു പ്രതിസന്ധിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ചില കുടുംബിനികളാണ്, വീട്ടിലുള്ള സ്ത്രീകൾ, അവർക്ക് വീട് അടിച്ചു വരാണ്ട്. നിൻ്റെ നേരെ സംഭരണം എന്ന് പറഞ്ഞ് വരണ്ട, പുരുഷന്മാരും അടിച്ചേരി തന്നോളൂ. അവർക്ക് വീട് അടിച്ചു വരാണ്ട്, ചെലന്തി വല തട്ടാണ്ട്, തുടക്കാനുണ്ട്, ചോറ് വെക്കാണ്ട്, കുട്ടികളുടെ പഠനം നോക്കാണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതിനൊന്നും പരിഗണിക്കാതെ തോണ്ടിയിരിക്കുന്ന സ്ത്രീകളുണ്ട്. ഒരു വിവാഹമോചനം ഇവിടെ അടുത്ത് കഴിഞ്ഞു. ആ വീട്ടിലത്തെ അമ്മായിമ്മ പറഞ്ഞ ഒറ്റ ന്യായമുള്ളൂ, ഒറ്റ കാരണമുള്ളൂ. ആ സിറ്റ് ഔട്ടിൽ ആ കാണുന്ന സോഫം അവിടെ ഇരിക്കും, തോണ്ടിയിരിക്കും. ഈ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ പോലും എൻ്റെ ഒപ്പം ഒന്ന് കൂടിത്തരൂല, തിന്ന പാത്രം ഒന്ന് കഴുകാൻ പോലും കൂടിത്തരൂല. ഇങ്ങനത്തെ കുറച്ച് കുടുംബിനികളുണ്ടാവും സമൂഹത്തിൽ. തോണ്ടാനായിട്ടുള്ളൊരു ജന്മം. ഇത് ഈ പറയുന്ന വീട്ടിലുള്ള വീട്ടുജോലികൾ സ്വർഗം നേടിത്തരുന്ന പുണ്യമാണ്. അൽ അഊദു ലിസൗജിഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗം കിട്ടുന്ന സ്ത്രീകൾ ആരാന്ന് നിങ്ങൾക്കറിയാമോ? അൽ അഊദു ലിസൗജിഹ, തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്ന ഒരു പെണ്ണാണെന്നാണ്. അപ്പോൾ ഭർത്തൃ വീട്ടിലുള്ള എല്ലാ കാര്യവും ഭർത്താവിൻ്റെതടക്കം ചെയ്തു കൊടുക്കുന്ന ഒരു പെണ്ണിന് അള്ളാഹ് വാഗ്ദാനം ചെയ്തത് എന്താ? നിസ്കാരത്തിന് സ്വർഗം കേട്ടിട്ടുണ്ട്, നോമ്പിന് സ്വർഗം കേട്ടിട്ടുണ്ട്, ഹജ്ജിന് സ്വർഗം കേട്ടിട്ടുണ്ട്. വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് സ്വർഗം കേട്ടിട്ടുണ്ടോ? എങ്കിൽ ആ നന്മ ചെയ്യുന്നതിന് സ്വർഗമുണ്ട്. ആ ഹദീസിൻ്റെ മുന്നത്തെ വാക്കെന്താ അറിയോ? അൽ വദൂദ്, വീട്ടിലുള്ള എല്ലാവരെയും സ്നേഹിക്കണതിന് സ്വർഗം ഉണ്ട്. സ്നേഹിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണെടുക്കണ്ടേ, കുട്ടിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണ്ടേ, ഭർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണ്ടേ, മാതാപിതാക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കണ്ടേ, രോഗിയായി കിടക്കണ ഉമ്മാനെ ശുശ്രൂഷിക്കണമെന്ന്, ചോറ് കൊടുക്കണമെന്ന് അങ്ങനെ ആയിരിക്കും.
ഇങ്ങനൊരു അഡിക്റ്റഡ് ആയി പോകുന്ന തരത്തിൽ ഒരു വ്യക്തിയുടെ പരലോക ബാധ്യത നിർവഹിക്കുന്നിടത്ത് ഒരു വ്യക്തിയെ ഫോൺ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ നാശത്തിനാണ്, ഒരു സംശയമില്ല. ഇത്രമേൽ ഇതിൻ്റെ മുകളിൽ അഡിക്റ്റഡായി പോയി. നമ്മളെ ഈ കുട്ടികളൊക്കെ ഇനി കെട്ടിച്ചാൽ ഇതിൻ്റെ ഒരു അവസ്ഥ, എത്രയോ ദുരന്തങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക, എത്രയോ ദുരന്തങ്ങൾ. ആ കുട്ടികൾക്ക് ഒരു ഈ പറയുന്ന ഉത്സാഹമില്ല, വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശരീരം പാകപ്പെടുന്നില്ല. കാരണം ഇത് കണ്ടു തീർത്തതാണ്. ഇതേപോലെ തന്നെ ചില ഭർത്താക്കന്മാരും ഉണ്ട്, കുടുംബനാഥന്മാർ. ഇനിയിപ്പോൾ ഒരു പീടിയിൽ കടയിൽ ഏൽപ്പിച്ചാൽ തന്നെ തോണ്ടി അങ്ങനെ യൂട്യൂബും കണ്ടങ്ങനെ ഇരിക്കും. കച്ചവടക്കാർ ഒരു വ്യക്തി, ഇപ്പം നമ്മൾക്ക് ഒരാൾ ഒരു കടയിൽ നമ്മളെ നിർത്തി, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മളെ ജോലിക്ക് വിളിച്ചു. 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എൻ്റെ ശരീരവും എൻ്റെ സമയവും എൻ്റെ മാൻ പവറും താങ്കൾക്ക് തന്നതിനാൽ വൈകുന്നേരം ആ 1000 രൂപ എൻ്റെ ഹലാലാവുള്ളൂ. ആ വ്യക്തി അവിടെ ചെന്നാൽ അയാൾക്ക് നിസ്കാരത്തിനും ഭക്ഷണം കഴിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അയാളുടെ സമയം എടുക്കുക എന്നതല്ലാതെ മറ്റുള്ള ആളുകളെ സോഷ്യൽ മീഡിയയിൽ തോണ്ടി ചില എല്ലാ പെയിൻറ്റിങ്ങാരെന്നല്ല ഞാൻ പറയാം കേട്ടോ, ഇതിങ്ങനെ തോണ്ടി മ്യൂസിക്കും കേട്ട് അങ്ങനെ കിടക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഞോണ്ടിപ്പോയി വൈകുന്നേരം ആകുമ്പോൾ ഒരു ആഴ്ച കൊണ്ട് തീർക്കേണ്ട ജോലി 1 മാസം നീട്ടിക്കൊണ്ടുപോകണം ആൾക്കാരെ കാണും. എന്നിട്ട് ആ 1 മാസം ഈ സാധുക്കളുടെ വീട്ടിലെ പൈസ അടിച്ച് മാറ്റും. എന്നിട്ട് ഫോണിലും തോണ്ടിയിരുന്നിട്ട് ഒരു കടയിൽ നിർത്തിപ്പോയാൽ ആ കടയെ എങ്ങനെ വികസിപ്പിക്കാം, എൻ്റെ മുതലാളിക്ക് എങ്ങനെ കച്ചവടം പിടിക്കാം, ഈ കടയെ ഞാൻ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ കൂടുതൽ അറിയപ്പെടുന്നതാക്കി മാറ്റി ഇതിലേക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കി തരുന്നത്, അതിനുള്ള പൈസയാണ് അയാൾ എനിക്ക് വൈകുന്നേരം തരുന്നത്. എൻ്റെ ബുദ്ധിയും എൻ്റെ മാൻ പവറും എൻ്റെ സമയമൊക്കെ ഞാൻ അയാൾക്ക് കൊടുത്തിരിക്കുകയാണ് വൈകുന്നേരം കിട്ടുന്ന 1000 രൂപക്ക്. എന്നിട്ട് അയാളെ പറ്റിച്ച് വഞ്ചിച്ച് ആ കൃത്യവിലോപം കാണിച്ച് ഉദാസീനതയും നിഷ്ക്രിയത്വവും കാണിച്ച് ഈ പറയുന്ന ഫോണിലും തോണ്ടി ഇരിക്കുന്ന ആളുകൾ അയാളുടെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പണത്തിൽ ആരാൻ്റെ കണ്ണീരുണ്ട് എന്നത് മറക്കാതിരിക്കുക. സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റായിട്ട് ഈ പറയുന്ന ഫേസ്ബുക്കുകളിലൂടെയും യൂട്യൂബുകളിലൂടെയും സിനിമകളും റീൽസുകളും തോണ്ടി അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തങ്ങളുടെ ഉത്തരവാദിത്വവും അമാനത്തും മറന്നാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹു കൽപ്പിച്ചതാണ്, ഓരോരുത്തരോടുമുള്ള അമാനത്ത് പാലിക്കണം, ഓരോരുത്തരോടുള്ള അമാനത്ത് പാലിക്കണം. പരലോകത്ത് വെച്ച് സിറാത്ത് പാലത്തിൻ്റെ ഒരു ഭാഗത്ത് കുടുംബ ബന്ധവും മറുഭാഗത്ത് അമാനത്തുമാണ്. ആരോടുള്ള റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വവും നിർവഹിക്കാതെ ആര് കടന്നു പോയാലും അവരെ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചിടാനുള്ള സംവിധാനം അമാനത്തിൻ്റെ ലംഘകർക്കുണ്ട്. അതുകൊണ്ട് നല്ല ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കും, ക്വാളിറ്റി ടൈം തൻ്റെ മക്കൾക്ക് കൊടുക്കും, മക്കളുടെ പല കാര്യങ്ങളിലും അയാൾക്ക് ഇടപെടാനുണ്ട്. ആ സമയത്ത് ഫോണും സ്ക്രോൾ ചെയ്തിട്ട് അതിലൊന്നും തനിക്കൊരു ബാധ്യതയും ഇല്ലാത്തവനെ പോലെ സിറ്റ് ഔട്ടിലോ കിടപ്പുമുറിയിലോ കമിഴ്ന്ന് കിടക്കുന്ന ഒരു രൂപങ്ങളായി നമ്മൾ മാറിയാൽ നമ്മൾ നിമിത്തം ആ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ പരിക്കുകൾക്കും ഈ ഫോണും ഉപയോഗിച്ച വ്യക്തിയും അതിൻ്റെ ഉത്തരവാദികളായി മാറുമെന്നത് അള്ളാഹുവിൻ്റെ ദീനിനെയും പരലോകത്തെയും തഖ്വയെയും ഉത്തരവാദിത്തങ്ങളെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ഓർക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ്. വേറെ ചില ആളുകളുണ്ട്, അവർക്ക് ഉമ്മാൻ്റെ അടുത്ത് പോകാൻ നേരം ഫ്രണ്ട്സിൻ്റെ ഒപ്പാണ് എപ്പോഴും. ഫ്രണ്ട്സിനെ വിളിക്കുക, ഫ്രണ്ട്സിനെ ചാറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് വീഡിയോ കോളും ഒക്കെ ഓക്കെയാണ്. പക്ഷെ സ്വന്തം കുടുംബത്തിലുള്ളവരുമായി കോണ്ടാക്റ്റ് ഇല്ലാത്ത വിധം നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ ഫോൺ നമുക്ക് വിനയായി മാറുകയാണ്. രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളുണ്ട്, അദ്കാറുകളുണ്ട്. ഇതിനെ മറപ്പിക്കുന്നതായി നമ്മുടെ ഫോൺ മാറുന്നുവെങ്കിൽ നമ്മുടെ ഫോൺ നമുക്കൊരു ദുരന്തമാണ്. സംഗീതവും സിനിമയും സെക്സും കോമഡികളും കാണാനാണ് നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നാളെ പരലോകത്തിലേക്ക് വമ്പിച്ച തിന്മകൾക്ക് അത് കാരണമാകും. അവിഹിതങ്ങൾക്കാണ് ചില ആളുകൾ ഈ പറയുന്ന ഡിവൈസുകളൊക്കെ ഉപയോഗിക്കുന്നത്. പെണ്ണിനെ വിളിക്കാൻ, ചാറ്റ് ചെയ്യാൻ, ഭാര്യയെ ചീറ്റ് ചെയ്യാൻ, എന്നിട്ട് വ്യഭിചാരത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ, പ്രണയം നടത്താൻ, കിന്നാര വർത്തമാനങ്ങളിൽ ഏർപ്പെടാൻ, പ്രേമസല്ലാപങ്ങൾ നടത്താൻ, ഇതിനൊക്കെയാണ് ഒരാൾ ഈ പറയുന്ന ഡിവൈസുകളും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നത് എങ്കിൽ അതും ഈ പറയുന്ന രൂപത്തിൽ അയാൾക്ക് ഒപ്പം ശൈത്വാനുണ്ട് എന്നും അയാളുടെ പരലോകത്തിലേക്ക് അയാൾക്ക് അതൊരു വലിയ നഷ്ടവുമാണ്. എത്ര കുടുംബകലഹങ്ങളാണെന്നറിയാം, എത്ര കുടുംബകലഹങ്ങളാണ്. അവിഹിത ബന്ധങ്ങൾക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോൺ സൈറ്റുകളാവട്ടെ, ഒരു ഐ ലവ് യു എന്ന് പറഞ്ഞു വരുന്നത് 8 അക്ഷരം ഉണ്ടാവുകയുള്ളൂ, പക്ഷെ ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ല് അളക്കും. അത് മനസ്സിലായല്ലോ, ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഇമോജിയാണ്, പക്ഷെ അതൊരു കുടുംബത്തിൻ്റെ ആണിക്കല്ലളക്കും. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഇമോജി അടക്കം ഇത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മളുടെ മൊബൈലിൽ നമ്മൾ ചില ആളുകൾക്ക് ചില സ്റ്റിക്കറുകളൊക്കെ അയക്കൂലേ, അതിൽ പരിഹാസത്തിൻ്റെതുണ്ടെങ്കിൽ, വ്യക്തിഹത്യയുടേതുണ്ടെങ്കിൽ, സ്ത്രീനഗ്നത പ്രദർശിപ്പിക്കുന്നതുണ്ടെങ്കിൽ, കൊല്ലുന്നതും കൊലപാതകം നടത്തുന്നതുമായ അക്രമത്തിൻ്റെ വാളോങ്ങുന്ന സ്റ്റിക്കറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വ്യക്തിക്ക് പരലോകത്തിലേക്ക് വിനയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ നേരെ ഒരു വാളോങ്ങിയാൽ അയാളെ ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളും ശപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്.
ഒരു ആയുധം എടുത്തിട്ട് ഒരാളെ നേരെ ഓങ്ങിയാൽ മതി. അപ്പം അത്തരം സ്റ്റിക്കറുകൾ അയക്കുക, അതുപോലെ സ്ത്രീനഗ്നതകളുള്ള ആളുകളെ പരിഹസിക്കുന്ന, വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള സ്റ്റിക്കറുകളുടെ അത് അയക്കുന്നത് പോലും ഈ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതുമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, പരദൂഷണം പറയാനും നമീമത്ത് പറയാനും ചില അമ്മമാരുണ്ട്. ഫോൺ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും ഒരു മണിക്കൂർ മരുവള കുറ്റം, അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്തെ പെണ്ണിൻ്റെ കുറ്റം. ഇനി അത് അല്ലെങ്കിൽ ജ്യേഷ്ഠനും അഞ്ചനും അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഇവരെ തമ്മിൽ അടുപ്പിക്കുന്നത് ഈ ഉമ്മയായിരിക്കും. ഈ മകനോട് ആ മകൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും ഫോണിലൂടെ. ഇതൊക്കെ തന്നെ ഗൾഫിലുള്ള മകനോടൊക്കെ ആയിരിക്കും പറഞ്ഞു. ഈ പരദൂഷണം പറയാൻ, ഏഷണി പറയാൻ, തമ്മിൽ വെറുപ്പുൽപ്പാദിപ്പിക്കാൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ടതും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഖബറിലടക്കം ശിക്ഷ കിട്ടുന്നതുമായ പാപമാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരും, കുടുംബക്കാർ വരും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെ അതിഥികൾ വരുന്നതന്നെ ഭയങ്കര ശല്യമാണ്. കാരണം അവർക്ക് ഈ ഫോൺ കാണുന്നതൊക്കെ ഭയങ്കര മുടങ്ങും. അതോടുകൂടി അതിഥികൾ വീട്ടിൽ വരുന്നത് വരെ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം ബന്ധങ്ങൾക്ക് വിലയില്ല, ഈ പറയുന്ന കുടുംബങ്ങൾക്ക് വിലയില്ല, സുന്നത്ത് നമസ്കാരങ്ങൾക്കോ സുന്നത്ത് കർമ്മങ്ങൾക്കോ വിലയില്ലാത്ത വിധം ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവനാൻ്റെ പരലോകത്തേക്കുള്ള നഷ്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അലസന്മാരും മടിയന്മാരും ആക്കും നിരന്തരം ഫോൺ അഡിക്റ്റഡായ ആളുകൾക്ക്. ജോലി ചെയ്യാൻ അവർക്ക് മടിയായിരിക്കും, ജോലിക്ക് പോകാൻ മടിയായിരിക്കും, ഒലുഹിയത്തറക്കുള്ള പോത്തിനെ കൊണ്ടുപോകണ മാതിരിയായിരിക്കും ജോലിക്കൊക്കെ പറഞ്ഞേക്കാൻ. കാരണം അങ്ങനെ ആയിരിക്കുള്ള അവസ്ഥ. വലിച്ച് മൂക്കയറിട്ട് കൊണ്ടുപോകേണ്ട ദുരവസ്ഥയിലേക്ക് എത്തും. കാരണം തടിയാനങ്ങൂല, ഫോൺ അഡിക്റ്റഡായ ആളുകളുടെ ദുരവസ്ഥയാണ്. ഇതേപോലെ തന്നെയാണ് സ്ത്രീകളും. ഒരു പണിയും ചെയ്യൂല, ബാത്റൂമൊക്കെ ഡെയിലി കഴുകേണ്ടതായിരിക്കും, പക്ഷെ കഴുകാൻ കഴിയൂല, ശരീരം പാകപ്പെടൂല. പഠിക്കുന്ന കുട്ടികളോ, ഇൻസ്റ്റയിലെ റീൽസുകൾ കാണുന്ന കുട്ടികൾ, അവർക്ക് പഠിക്കാനുള്ള ഒരു മനസ്സോ ഏകാഗ്രതയോ മെമ്മറി പവറോ കിട്ടാത്ത വിധം അവരും പ്രയാസപ്പെടുകയാണ്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയാം, ആളുകൾ സ്ഥലവും സമയവും സാഹചര്യവും പരിഗണിക്കണം ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ. ചില ആളുകൾ നമ്മളോട് സംസാരിക്കാനും വളരെ ഗൗരവപ്പെട്ട് പറയാൻ വന്നിട്ടുണ്ടാവും. പറയും എന്നിട്ടോ എന്നിട്ട് ഒരു മിനിറ്റ് ദേഹാരം പരിപാടി. ആ സാധു കിലോമീറ്റർ താണ്ടി ഇവിടെ വന്ന് നമ്മളോട് സംസാരിക്കാൻ വന്നതാണ്. പക്ഷെ അയാളെ മുഖത്തേക്കൊന്നും കൂടി നോക്കൂല, തോണ്ടി അങ്ങനെ നിൽക്കുന്നുണ്ടാവും. പകുതി അല്ല മുക്കാലും ശ്രദ്ധയിലായിരിക്കും. ഈ വ്യക്തി അങ്ങനെ പറയണുണ്ടാവും. അവസാനം എന്താ പറഞ്ഞത്, ഇങ്ങനെ വ്യക്തി ഇപ്പോൾ ഒരു നബി തങ്ങൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്ന് സലാം പറഞ്ഞു, മിണ്ടിയില്ല നബി. ഇദ്ദേഹത്തോടുള്ള സംസാരം തീർന്നതിന് ശേഷം വഅലൈക്കും അസ്സലാം. അത്രത്തോളം അപരനോടുള്ള സംസാരത്തിൽ പോലും ഈ അപമാനിക്കുന്ന രീതി വരാത്ത വിധം സംസാരിക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഈ ഫോണ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ മീറ്റിങ്ങിന് വന്നാൽ മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ടാവും, ഇതിങ്ങനെ തോണ്ടിയിരിക്കും മീറ്റിങ്ങിൽ. ഒരു യോഗത്തിൽ പോലും ഞാൻ ഈ യോഗം അള്ളാഹുവിൻ്റെ ദീന് ചർച്ച ചെയ്യാനും ഒരുപാട് മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടി ചർച്ച ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിച്ച് അതിലെ അബദ്ധങ്ങളെ തിരുത്തി ഇത് എൻ്റെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ യോഗം തൻ്റെ പരലോക ഏടിലേക്ക് പുണ്യമാക്കി ഒരു ഇബാദത്താക്കി മാറ്റേണ്ടുന്നിടത്ത് അത് പരിഗണിക്കാതെ ധാരാളക്കണക്കിന് സമയം ഈ ഫോണിൽ ചിലവഴിക്കുന്നത് പോലും നമ്മുടെ കൂടെ പിശാച്ചുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിസ്ഥാനരഹിത വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ചില ആളുകൾ വിശ്വാസ വ്യതിയാനം, ഏതെങ്കിലും ഒരു മൂലയുടെ ഒരു പ്രസംഗം കിട്ടും, അതുകൊണ്ടേ കുടുംബ ഗ്രൂപ്പിലിടും. നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഉസ്താദ്മാരെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഖുർആൻ പറഞ്ഞു അള്ളാഹിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഉലമാക്കളാണ്. എന്നാൽ ശർറുന്നാസി തഹ്ത അദീമിസ്സമാ, ഭൗമോപരിതലത്തിൽ ജനങ്ങളിലെ ഏറ്റവും വൃത്തികെട്ടവരിലും അൽ ഉലമ, പണ്ഡിതന്മാരുണ്ടെന്നാണ്. അതുകൊണ്ട് ബിദ്അത്തുകളും ഖുറാഫാത്തുകളും വിശ്വാസ വ്യതിയാനങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാക്കഥകളും കെട്ടുകഥകളും പ്രചരിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട്. ഇവരുടെ തലയും തലപ്പാവും ഒക്കെ കൂടി കണ്ടിട്ട് ഇവർ തരുന്നത് ഖുർആനാണോ ഹദീസാണോ പ്രമാണമാണോ ഇസ്ലാം അംഗീകരിച്ചതാണോ സലഫിയത്താണോ മൻഹജു സലഫാണോ എന്നൊന്നും പരിഗണിക്കാതെ ഇതെടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടാൽ ആ മനുഷ്യന്മാർക്കുണ്ടായ വിശ്വാസ വ്യതിയാനങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളാവും. അതുകൊണ്ട് ഇത് കള്ളനാണയമാണോ നല്ലതാണോ എന്ന് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. ഈ തന്ന കണ്ടന്റ് ഖുർആനോട് ഹദീസിനോട് യോജിക്കുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടത് പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. കട്ടുമുറിച്ച ക്ലിപ്പുകൾ, സാത്വികരായ പണ്ഡിതന്മാർ അവരൊക്കെ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് കണ്ടോ ക്ലിപ്പിൽ എന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം നോക്കാതെ, അപ്പുറവും ഇപ്പുറവും നോക്കാതെ, ഇപ്പോൾ ഇമാം ഷൗക്കാനിയുടെ ഒരു വാചകം വായിക്കുന്നുണ്ട്, ആ വാചകം ഇമാം ഷൗക്കാനി പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് തൻ്റെ നിലപാട് അതല്ല ഇന്നതാണെന്ന് പറയുന്നുണ്ട്.
അത് പരിഗണിക്കാതെ ഇതങ്ങ് കട്ട് ചെയ്യും. ഇമാം ഷൗക്കാനി പറയുന്നു എന്നുള്ള വാക്കും കട്ട് ചെയ്യും. എന്നിട്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ വാചകമാണ് എന്നുള്ള നിലക്ക് പ്രചരിപ്പിക്കും. എന്നിട്ട് ഈ കട്ട് മുറിച്ച ക്ലിപ്പുകൾ വെച്ചിട്ട് കണ്ടോ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ വേണ്ടി മനുഷ്യന്മാരോട് പറയുന്നത് കണ്ടോ, അതുകൊണ്ട് ഇതിൽ ചെന്ന് പെടണ്ടെന്നും പറഞ്ഞിട്ട് ഹക്കിൻ്റെ കക്ഷികൾക്കെതിരെ വെറുപ്പ് വിതറാനും ജനങ്ങൾക്കിടയിൽ പുകമറകൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഈ പുരോഹിതന്മാരുടെ കൂട്ടത്തിലും അവരെ അനുസരിക്കുന്ന കുഞ്ഞാടുകളുടെ കൂട്ടത്തിലുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, സത്യസന്ധനായ ഒരു മനുഷ്യൻ അന്ധവിശ്വാസിയായി മുദ്ര കുത്തുന്നതും ഏകദൈവ വിശ്വാസികളായ ആളുകളെ ബഹുദൈവ വിശ്വാസികളായി ചിത്രീകരിക്കുന്നതും എന്നിട്ട് അതിനു വേണ്ടി കരുത്ത് പകർന്ന് തിന്മക്ക് കൂട്ടുകൊടുത്ത് അതിനൊക്കെ പിൻബലം കൊടുക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്ന സമീപനങ്ങളും അതൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയും അതിനുവേണ്ടി സോഷ്യൽ മീഡിയകളെ ദുരുപയോഗം ചെയ്യുന്നവരും ഈ വിശ്വാസ വ്യതിയാനം ജനങ്ങളെ പഠിപ്പിച്ചാൽ ആ ജനങ്ങളോട് തിരുത്താതെ ഏതൊരു ഉസ്താദ്മാരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസ വ്യതിയാനം ഒരു മനുഷ്യരെ പ്രസംഗിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ വിളിച്ചു പറഞ്ഞാൽ അത് കേട്ട 10,000 ഉണ്ടാവും. ആ 10,000 തിരുത്താതെ ഇയാളെ തൗബ ശരിയാവില്ല എന്നാണ് ഷെയ്ഖ് മുനജ്ജിദ് റഹ്മഹുല്ല ഇൻഹിറാഫ് അഖീദയെ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ പറഞ്ഞ വാക്ക്. അതായത് ഒരാൾ പടച്ചോനെ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞാൽ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. പക്ഷേ അഖീദയിലെ പിഴവോ അന്ധവിശ്വാസങ്ങളോ ഖുറാഫാത്തുകളോ ബിദ്അത്തുകളോ റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യങ്ങൾ റസൂലുള്ള പറഞ്ഞെന്നും പറയണ വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ആ മനുഷ്യർ മുഴുവൻ കേട്ടാൽ അവരോട് മുഴുവൻ തിരുത്തി പറയാതെ അവൻ്റെ തൗബ ശരിയാവില്ല എന്നുള്ളതാണ്. നല്ലോണം ഓർമ്മക്കണം. നമ്മൾ ദീനിനു വേണ്ടി ഓരോ വിരലും അനക്കുമ്പോൾ അത് സത്യമായ ദീനാണ് എന്ന് ഉറപ്പുവരുത്താനും സത്യസംഘം അത് നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങളാണ് എന്നും ഉറപ്പുവരുത്താനും തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലുള്ള രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ വീട്ടിൽ നടക്കണ നോമ്പുറ, നമ്മളുടെ വീട്ടിൽ നടക്കണ കല്യാണം, നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ, ഇതൊക്കെ കൂടി റീൽസാക്കി നാട്ടുകാർക്ക് വിളമ്പണത് ഒരു സംസ്കാരമായി നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അതോടൊപ്പം നമ്മുടെയൊക്കെ മുതിർന്ന സ്ത്രീകൾ, മുതിർന്ന പെൺകുട്ടികൾ ഇവരുടെയൊക്കെ ഫോട്ടോ എടുക്കുക, എന്നിട്ടത് സ്റ്റാറ്റസ് ആക്കുക, എന്നിട്ടത് പ്രചരിപ്പിക്കുക, മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർ ചിരിക്കണത്, അവർ കരയണത്, അവർ നടക്കണത്, അവരിങ്ങനെ വരുന്നത്, അവരുടെ തട്ടം തലയിൽ നിന്ന് കൊഞ്ഞാടുന്നത്, ഇതൊക്കെ കൂടി റീൽസാക്കി മാറ്റിയിട്ട് നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം പേടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ശക്തമായി വിലക്കിയ തിന്മകളാണ്, കാതുറാത്തുകളാണ്, ലൈംഗിക പ്രദർശനങ്ങളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഇൻഷാ അള്ളാഹ് ഖുർആൻ ഓതുന്നിടത്തും നല്ല പുസ്തകങ്ങൾ വായിക്കുന്നിടത്തും സോഷ്യൽ മീഡിയ നമുക്കൊരു വിനയാകുന്നില്ല എന്നും നമ്മൾ ഇൻഷാ അള്ളാഹ് ഉറപ്പുവരുത്തുക. അള്ളാഹു നമുക്ക് തന്ന നല്ല നല്ല ഡിവൈസുകൾ, ഇപ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വബ്തഗി ഫീമ ആതാക അല്ലാഹു ദാറൽ ആഖിറ. ഇത് ഖാറൂൻ മുതലാളിനോട് പറഞ്ഞാണ്. ഖാറൂനെ നിനക്ക് ഞാൻ കുറച്ച് പൈസയും മുതലൊക്കെ തന്നിരുന്നു. നിനക്ക് കിട്ടിയ ഈ ഭൗതിക സമ്പത്ത് നീ ചെയ്യേണ്ടിയിരുന്നത് നിൻ്റെ ആഖിറത്തിനെ നേടിയെടുക്കാനാണ്. വലാത്തൻസ നസീബക ബിൻ ദുനിയ, ദുനിയാവിലുള്ള നിൻ്റെ വിഹിതം മറക്കണ്ട. ബാക്കി എത്രയോ മനുഷ്യന്മാർക്ക് കൊടുക്കാത്തതാണ് എൻ്റെ പോക്കറ്റിലുള്ള ഐഫോൺ, എനിക്ക് കിട്ടിയ ആൻഡ്രോയിഡ്, എനിക്ക് കിട്ടിയ എൻ്റെ വാഹനം, എനിക്ക് കിട്ടിയ എൻ്റെ കാറ്, എനിക്ക് കിട്ടിയ ബൈക്ക്. അതൊരുപാട് മനുഷ്യന്മാർക്ക് കിട്ടാത്തതാണ്. പക്ഷേ അള്ളാഹു എനിക്കൊരു നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഡിവൈസായി എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസിനെ ഞാൻ ആഖിറം സമ്പാദിക്കാൻ വേണ്ടി വിനിയോഗിക്കണം എന്നതാണ് ആ കാറു മുതലാളിക്ക് കൊടുത്ത പൈസയെ ചൂണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് പറയണം വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. നിനക്കൊരു അനുഗ്രഹം അള്ളാഹു തന്നില്ലേ, അതുകൊണ്ട് അള്ളാഹ്ക്ക് തിരിച്ചൊരു നന്മ ചെയ്യേ. അള്ളാഹു നിനക്കൊരു അനുഗ്രഹം കയ്യിൽ തന്നിട്ട് ആ നന്മ കൊണ്ട് നീ തിരിച്ച് പടച്ചോനോടൊരു നന്ദി ചെയ്യണ്ടേ. ആ നന്ദി എന്താ? ദീനീ കാര്യങ്ങൾ പ്രചരിപ്പിക്കലാണ്, ദീനീ കാര്യങ്ങളുടെ പ്രബോധനമാണ്, ദീനീ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കലാണ്. അത് നീ ചെയ്യുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്. നാട്ടിൽ നിന്റെ കാരണത്താൽ മനുഷ്യന്മാർ തല്ലുകൂടുക, ആളുകൾ വൃത്തികേടുകൾ കാണുക, ആളുകൾ കോമഡികൾ കാണുക, ഇങ്ങനത്തെ ഒരു ഫസാദിലേക്ക് നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കൊണ്ടെത്തിക്കരുത്. കാരണം ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അള്ളാഹു ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹത്തിന് എങ്ങനെ നന്ദി കാണിക്കണമെന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ ഡിവൈസ് അൽഹംദുലില്ലാ, അപ്പം എൻ്റെ ഫോണിൽ എനിക്ക് പറയാൻ പറ്റും 5 ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട്. 5 ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നമ്മൾ സ്ഥിരമായി 5 മിനിറ്റുള്ള, ഞാൻ നിങ്ങൾക്കൊരു നന്മയുടെ ഒരു സാഹചര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 5 മിനിറ്റുള്ള ഒരു നേർവഴി നമ്മൾ ഇറക്കാറുണ്ട്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കണ്ടൻ്റ് ആയിരിക്കും. അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ പ്രചരിപ്പിക്കാറുണ്ട്. അത് എൻ്റെ മൊബൈലിൽ കിട്ടുമ്പോൾ ഞാനത് എൻ്റെ സർക്കിളിലും എൻ്റെ വലയത്തിലുള്ള ആളുകൾക്ക് ഞാനും എത്തിച്ചു കൊടുക്കൽ എൻ്റെ ഒരു കടമയാണ്. ഒരു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അമുസ്ലിമീങ്ങൾക്കടക്കം അത് കാണാം. കാരണം അതിൽ അർത്ഥസഹിതം ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്. അത് അവർക്ക് ഈ ഖുർആൻ്റെ മധുരം കേൾക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. അള്ളാൻ്റെ കലാമല്ലേ, ജനഹൃദയങ്ങൾ കീഴടക്കിയല്ലേ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ഇറക്കാറുണ്ട്. ഇതേപോലെ നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ പോസ്റ്ററുകൾ ഇറക്കാറുണ്ട്, ആളുകൾക്ക് നല്ല നല്ല മെസ്സേജുള്ള. എൻ്റെ ഫോണിൽ അമുസ്ലിമീങ്ങൾക്ക് വേണ്ടി ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട്.
അമുസ്ലിമീങ്ങൾക്ക് മാത്രം. അപ്പം ഞാൻ അമുസ്ലിമായ ആളുകൾക്ക് എന്തെങ്കിലും ദഅവത്ത് നമ്മൾ നടത്തുമ്പോൾ അതിൽ കൊണ്ടിടും. എല്ലാവർക്കും എൻ്റെ ചെറുപ്പം മുതൽ എന്നെ പരിചയപ്പെട്ട എല്ലാവർക്കും അത് കിട്ടും. അപ്പം ഞാൻ അവർക്ക് അള്ളാൻ്റെ ദീൻ എത്തിച്ചു കൊടുത്തു. എൻ്റെ മൊബൈലിൽ സ്വതന്ത്രവാദികളും ഭൗതികവാദികളുമായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട്. ഞാൻ ഇസ്ലാം വിമർശനത്തിനുള്ള മറുപടികൾ വരുമ്പോൾ അതിൽ കൊണ്ടിടും. എൻ്റെ മൊബൈലിൽ സമസ്ത വിഭാഗക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുണ്ട്. അത് ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എടുത്തു, എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ കണ്ടെത്തി എല്ലാവരെയും ഞാൻ ഒരു പ്രത്യേക പേരെഴുതി അവരൊക്കെ ഒരു ബ്രോഡ്കാസ്റ്റ്. സമസ്തക്കാർക്ക് വേണ്ടി നടത്തുന്ന സംവാദങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ ഞാൻ അതിൽ കൊണ്ടിടും. അത് കൊണ്ടിടുമ്പോൾ അവർക്ക് അതൊക്കെ ഇൻഡിവിജ്വലി എത്തിച്ചത്. എൻ്റെ മൊബൈലിൽ 2 ജനറൽ ഗ്രൂപ്പുണ്ട്. അതിൽ ഞാൻ ഈ പറയുന്ന ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, എൻ്റെ ഈ നേർവഴി, ഇതൊക്കെ കൊണ്ടുപോയി അതിലിടും. അതോടുകൂടി എന്താണെന്നറിയാം, ഇന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി വിളിച്ചു, ഞാനിന്ന് പള്ളിയിൽ പോവുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചു, ഞാൻ ഖുറാഫാത്തിലും ബിദ്അത്തിലും കടന്നതായിരുന്നു, നിങ്ങൾ എനിക്ക് രാവിലെ അയച്ചു തരുന്നത് ആ നേർവഴിയിൽ നിന്നാണ് എനിക്ക് ഹിദായത്ത് കിട്ടിയത്. ഞാൻ ഇന്ന് എൻ്റെ അള്ളാഹുവിൻ്റെ വീട്ടിലൊന്ന് പോയി നിസ്കരിച്ച് വരാൻ തീരുമാനിച്ച് പോവുകയാണ്. ഞാൻ ജീവിക്കുന്നത് താമസിക്കുന്നത് ഇത്രയും ആളുകൾ തിങ്ങിപ്പറക്കണ രൂക്ഷമായി നോക്കുന്ന അങ്ങനത്തെ ഒരു കേന്ദ്രത്തിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് എനിക്കുണ്ട്, അദ്ദേഹത്തിനോടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നോക്കിയാൽ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വഴി ആ സഹോദരിക്ക് എത്തിയ മെസ്സേജ് അവിടുത്തെ ഭർത്താവിനും കിട്ടി, അവിടുത്തെ മക്കൾക്കും ഞാൻ അത് കിട്ടും. ആ ഒരു കുടുംബം നന്നാവുകയാണ്. നമുക്ക് ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ വലിയ നേട്ടമായിരിക്കും നമ്മൾ നിമിത്തം ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ മതി. മക്ബറകളിലും ജാറങ്ങളിലും ദർഗകളിലും കമിഴ്ന്ന് കിടക്കുന്ന ഒരു കൗമ്, ഉറുക്കിലും ഏലസിലും ഐക്കല്ലിലും മന്ത്രച്ചരടുകളിലും രോഗശമനത്തെ പ്രതീക്ഷിച്ച് ഈ പറയുന്ന പ്രയാസം വരുന്ന സമയത്ത് പരക്കം പായുന്ന അഖീദ ശരിയാവാത്ത ഒരു കൂട്ടം കൗമ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ദീന് എന്ന് പറഞ്ഞാൽ ആചാരങ്ങളാണെന്നും അറുക്കലാണെന്നും തിന്നലാണെന്നും വിചാരിക്കുന്ന ഒരു കൗമുണ്ട് ഇവിടെ. അവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കണം, നമ്മുടെ സഹജീവികൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അള്ളാഹു തന്ന ഈ ഡിവൈസിനെ, നിഅമത്തിനെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ട് നീ പരലോകം തേടണം എന്ന ഖുർആനിൻ്റെ ആ ഒരു ആഹ്വാനത്തിന് വിലയുണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ ഇൻഷാ അള്ളാഹ് നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് യലത്തലക്കൽ മുത്തലഖിയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ്, അപ്പുറവും ഇപ്പുറവും 2 മലക്കുകൾ. നമ്മളുടെ ഓരോ മെസ്സേജുകളും, നമ്മളുടെ ഓരോ വാക്കുകളും, നമ്മളുടെ ഓരോ വോയിസ് മെസ്സേജുകളും നന്മയാണോ തിന്മയാണോ എന്ന് രേഖപ്പെടുത്താതെ ഒരാളും ഒരക്ഷരവും മിണ്ടുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. യൗമ തുകല്ലിമുന ഐദീഹിം, അന്നേ ദിവസം കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷ്യം നിൽക്കും. അള്ളാഹുവിനോട് കൈകൾ സംസാരിക്കുന്നത് നമ്മൾ സ്ക്രോൾ ചെയ്തതിനെക്കുറിച്ചും നമ്മൾ അയച്ച മെസ്സേജുകളെക്കുറിച്ചുമാണ്. പടച്ച റബ്ബിനോട് സംസാരിക്കുന്ന കൈകൾ സംസാരിക്കുന്ന, ഇവിടെ വായ കീറിയ റബ്ബിന് ഇവിടെ വായ കീറാൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് മനുഷ്യൻ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെയും അള്ളാഹു പരിശോധനക്കെടുക്കുമെന്ന് പറയുന്ന ഇന്ന സമഅ വൽ ബസ്റ വൽ ഫുആദ വൽ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിങ്ങൾ കണ്ടതും കേട്ടതും ചിന്തിച്ചതും അടക്കം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞ ആ ഒരു ദിവസം ഇൻഷാ അള്ളാഹ് നമുക്ക് വരാനുണ്ട്. അള്ളാഹു തന്ന ഈ അനുഗ്രഹം നാളെ പരലോകത്ത് നമുക്ക് വിനയാവാതിരിക്കട്ടെ. ഇത് മാറ്റിവെക്കുക, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഫോൺ ഉപയോഗിക്കുക. അനാവശ്യങ്ങൾക്കും എൻ്റർടൈൻമെൻറ്റുകൾക്കും ഗെയിംസിനും ഈ വിനോദങ്ങൾക്കും വേണ്ടി ഇത് ഉപയോഗിക്കാതിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ ഇഞ്ചിഞ്ചായി നമ്മുടെ പരലോക ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ മനസ്സ് കടുത്തു പോകുന്ന ഒരു ദുരന്തമായി ഇത് കലാശിക്കുമെന്നത് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാവണം. ശ്രദ്ധയോടെ ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. ഞാൻ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ളൊരു അവസരമാണ് കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ്, ഞങ്ങളുടെ നാട് ഒരു പുഴൻ്റെ അക്കരയാണ്. അവിടെ കുറച്ച് കുടുംബങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. നിരന്തര ദഅ്വാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. വിജ്ഞാനവേദികൾ മാസം തോറും സംഘടിപ്പിക്കാറുണ്ട്. CRE അതേപോലെയുള്ള QHLS ക്ലാസ്സുകൾ, ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ, ഇങ്ങനെ തന്നെ ഞങ്ങൾ നടത്തി വരാറുണ്ട്. അതോടൊപ്പം തന്നെ പല സന്ദർഭത്തിലും നമ്മുടെ സംസ്ഥാന പ്രാധാന്യമുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് വൈജ്ഞാനിക സദസ്സുകൾ, സംശയ നിവാരണ സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. 8ാം ക്ലാസ് വരെ മദ്രസ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു നന്മയിലേക്ക് 100 രൂപ തന്നാലും 100 കോടിയുടെ മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് ഞങ്ങളത് സ്വീകരിക്കും. എന്തെങ്കിലും ഒന്ന് ഈ പുണ്യനാളിൽ ആ പ്രദേശത്തുള്ള മനുഷ്യരുടെ ഹിദായത്തിന് വേണ്ടി കിടക്കട്ടെ എന്ന നിയ്യത്തോടു കൂടി നിങ്ങൾ നൽകണം എന്ന് നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഇൻഷാ അല്ലാഹ് പീസ് റേഡിയോ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് വാങ്ങാം. 300 റുപ്യ ഉണ്ടാവുള്ളൂ. ആ ഡിവൈസ് വാങ്ങിയിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഈ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആക്കിയിട്ട് പീസ് റേഡിയോ അതിങ്ങനെ പ്ലേ ചെയ്യിപ്പിക്കുക. നേരം വെളുക്കുമ്പോൾ തന്നെ കേട്ടോട്ടെ. അതിൽ പ്രഭാത പ്രാർത്ഥന ഉണ്ട്, പ്രദോഷ പ്രാർത്ഥന ഉണ്ട്. ഞങ്ങളൊക്കെ വീട്ടിൽ ഞങ്ങൾ എന്താ ചെയ്യാറെന്നറിയാം, പ്രഭാത പ്രാർത്ഥന 1 മാസം പ്ലേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളൊക്കെ മക്കൾ, വീട്ടിലുള്ള എല്ലാവരും ഈ പറഞ്ഞ പ്രഭാത പ്രാർത്ഥനകൾ മുഴുവൻ കാണാതെ പഠിക്കുക.
നമ്മുടെ മറ്റേ പ്രദോഷ പ്രാർത്ഥന നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കാണാതെ പഠിക്കുക. അതിനുള്ളൊരു സംവിധാനം ഇത് മൊബൈൽ ഫോണിലൂടെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ ഈ കുട്ടിക്ക് ഇത് കിട്ടും. മാത്രമല്ല ഈ ദിക്റൊക്കെ ചൊല്ലിയാൽ അവരെ പാമ്പ് കടിക്കൂല, അവർ കക്കൂസിൻ്റെ കുഴിയിൽ പോയി വീഴൂല, അവരുടെ തലയിൽ തേങ്ങ വീഴൂല, അവരെ കാറ് ഇടിക്കൂല, അവരെ പാണ്ടിലോറി വന്ന് ഇടിക്കൂല. കാരണം അത്ര സുരക്ഷയാണ് അള്ളാഹിനോട് ചോദിക്കണം ആ പ്രാർത്ഥനകളിൽ. ആ സുരക്ഷ യാചിച്ച ഒരു അടിമക്ക് അള്ളാഹു അത് കൊടുക്കാതിരിക്കും. ഒരു കണ്ണിമ വെട്ടണ നേരം പോലും നീ എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹു സുരക്ഷ കൊടുക്കാതിരിക്കില്ല. അതുകൊണ്ട് ഈ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ കേൾക്കുക, പീസ് റേഡിയോ കുട്ടികൾക്ക് കേൾക്കുക. ഒന്നും വേണ്ട, തുണി അലക്കുമ്പോഴും പയറരിയുമ്പോഴും നമ്മുടെ വീട്ടുജോലികളിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ നമ്മുടെ സ്ത്രീകൾ, സമൂഹത്തിലെ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ അറിവുള്ളവരായി മാറും. അറിവുള്ളവരായി മാറിയാൽ തീർച്ചയായും അൽ ഇൽമു അസ്ലു കുല്ലി ഖൈറിൻ, എല്ലാ നന്മയുടെയും ബേസ് അറിവാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് നന്മ ഉണ്ടായി മാറും. പീസ് റേഡിയോ ജമീൽ ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ലൈബ്രറിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ കിട്ടും, വീഡിയോസ് കിട്ടും, നമുക്ക് ഓഡിയോസ് കിട്ടും, നമുക്ക് എന്താണോ ദീനീപരമായി ആവശ്യമുള്ളത് അത് കിട്ടുന്ന ഒരു ആപ്പാണ് ജമീൽ ആപ്പ്. നമ്മുടെ ഓരോ കാര്യങ്ങളും കറക്റ്റ് ടൈമിന് നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. ഇന്ന സമയത്ത് പ്രഭാത പ്രാർത്ഥന ചൊല്ലാണ്ട്, പ്രദോഷ പ്രാർത്ഥന ചൊല്ലാണ്ട്, ലോഹർ നിസ്കരിച്ചോ, ലുഹാ നിസ്കരിച്ചോ, ഒരു ക്ലിക്കിൽ നമുക്കിതൊക്കെ കിട്ടും. അത് നമുക്ക് അതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിനുകൾ മാഷാ അല്ലാഹു സ്വീകരിക്കട്ടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരും, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഓൺലൈൻ ലൈബ്രറി ആയിട്ടുണ്ട്. പരലോകത്തെക്കുറിച്ച് ക്ലാസ് വേണം, ഫുള്ള് കിട്ടും. നോമ്പ് വന്നു, നോമ്പിനെ കുറിച്ച് വീട്ടിലുള്ള എല്ലാവർക്കും ക്ലാസ് വേണം. നോമ്പിൻ്റെ ഐക്കണ ഞെക്കിയിട്ട് അതിൽ കയറിയാൽ നോമ്പുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് ഉമ്മാനിപ്പാനും ആദരവും ബഹുമാനമല്ല, എന്നാൽ അവർക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അത് തുറന്നാൽ കുടുംബപരമായി കുട്ടികൾക്കുള്ള പാരൻറ്റിങ് ക്ലാസ്സുകൾ കിട്ടും. എന്താണോ നമുക്ക് ദീൻ കൊണ്ട് ആവശ്യമുള്ളത് അത് ഏറെക്കുറെ എല്ലാം ഈ ജമീൽ ആപ്പിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തി ഇത് റെഗുലറായി കേൾക്കുന്ന കോഴ്സുകൾ അടക്കമുണ്ട്. ആ കോഴ്സുകളൊക്കെ കേൾക്കുന്നവരായി അങ്ങനെ സോഷ്യൽ മീഡിയയെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മക്കുമുള്ള തൗഫീഖിലേക്ക് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.